الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة اللهم وجهنا إلى الخير ووجه الخير إلينا يا أرحم الراحمين ബഹുമാനമുള്ള ഫിഖ്ഹ് മസ്അല ഗ്രൂപ്പിലെ എൻ്റെ വേണ്ടപ്പെട്ട എല്ലാവരോടും നാം തുടർന്നു വരുന്ന അനന്തരാവകാശ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നു. അനന്തരാവകാശത്തിന്റെ ആളുകളെ നാം എണ്ണി പറഞ്ഞു. 25 ആളുകൾക്കാണ് കിട്ടുക എന്നും അതില് കിട്ടാത്ത ആളുകളുടെ എണ്ണവും പേരും ഒക്കെ നാം വ്യക്തമാക്കി. അപ്പോൾ കിട്ടുന്നത് 25 എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവർക്കെല്ലാവർക്കും ഒരേ ടൈമിൽ കിട്ടുമെന്ന് അല്ല, ഒരിക്കലും അങ്ങനെ വരില്ല. പിന്നെയോ അവർ അതിന് അർഹരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഏതുപോലെ നാം ഒരു അഭ്യസ്ത വിദ്യനായി ഒരു PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടുന്ന ഒരു ഗണത്തിൽപ്പെടുകയും അങ്ങനെ നാം അതിന് അപേക്ഷ നൽകുകയൊക്കെ ചെയ്താല് ആ പരീക്ഷയിൽ പിന്നെ പാസ്സായവർക്കാണല്ലോ ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗം കിട്ടുന്നത്. എന്ന് വെച്ച് അതിൽ കിട്ടാത്തവരൊക്കെ ഒന്നിനും പറ്റാത്തവരെന്നോ അവരിതിന് അർഹരല്ല എന്നോ അർത്ഥമില്ല. പക്ഷെ നിബന്ധന പൂർത്തിയാക്കിയ രീതിയിൽ കിട്ടിയത് ആർക്കാണ്? ഇവർക്കാണ് എന്ന് നമുക്കറിയാമെങ്കിൽ, ഇതൊരു ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങളെ ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. ഉദാഹരണങ്ങളിൽ പലതിലും ചിലപ്പോൾ നമ്മൾ കരുതിയ സൂട്ടിൽ വന്നിട്ടില്ലെങ്കിലും അതിമെ പിടിച്ചു തൂങ്ങരുത്. എന്നതുപോലെ ഇവർക്കൊക്കെ കിട്ടാൻ അർഹത ഉണ്ട് എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ മറ്റുള്ളവരുടെ കൂടെ വരുന്ന സമയത്ത് ചിലവരൊക്കെ ഒഴിവാവും, ചിലവർക്ക് കുറയും, ചിലവർ മറ്റുള്ളവരുടെ കൂടെ അസബയാവും. ഇങ്ങനെയൊക്കെയുള്ള മസലകളുണ്ട്. അതെല്ലാം നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിലാരും ധൃതി പിടിക്കേണ്ടതില്ല, ഒരാശങ്കപ്പെടേണ്ടതുമില്ല. വിഷയം നമുക്ക് തിരിഞ്ഞു വരും ഇൻഷാ അല്ലാഹ്. കാരണം പിന്നെ ഒരു പുതിയ വിഷയവും അല്ലേ, അതുകൊണ്ടാണ് അതൊക്കെ. അപ്പോ പിന്നെ മറ്റൊന്ന് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്, ഇതിൽ വരുന്ന കണക്കുകൾ മുഴുവനും ഭിന്നസംഖ്യയുടെ കണക്കുകളാണ്. കാരണം 1/2, 1/3, 2/3, 1/4, 1/8, 1/6 ഇങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് ഈ അവകാശികൾ ഒരാൾക്ക് 1/3 ആയിരിക്കും, ഒരാൾക്ക് 1/2 ആയിരിക്കും, ഒരാൾക്ക് 1/4 ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൂടി വരുമ്പോൾ അതിൽ നിന്നും മൊത്തത്തിൽ ഒരു മസല ഉണ്ട്. ആ മസല പ്രകാരം അതിന്റെ കണക്ക് വെച്ചിട്ടൊക്കെയാണ് കൊടുക്കേണ്ടി വരിക. അതെല്ലാം നമുക്ക് ശേഷം വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഞാനിതിപ്പോൾ എടുത്തു പറഞ്ഞത് ഇന്ന് രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവരും വരുമ്പോൾ പിന്നെ എങ്ങനെയാണെന്നുള്ള ഒരു സംശയം നമ്മൾ മനസ്സിൽ ആദ്യമായിട്ട് വരും. അപ്പൊ അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് തിരിയും. നമുക്ക് എല്ലാം കൂടി പറഞ്ഞു വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു തരും. അപ്പോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓഹരി ചെയ്യാൻ വീടായിരിക്കും, പറമ്പായിരിക്കും, പാടായിരിക്കും, കച്ചവടമായിരിക്കും, അതുപോലെ പിന്നെ കാറുകൾ, അതുപോലെ തന്നെ മറ്റേ നിക്ഷേപം, പിന്നെ ബാങ്കിലൊക്കെ വെച്ച കാശുണ്ടായിരിക്കും. ഇതെല്ലാം കൂടിയൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒരു ആശങ്ക വരണ്ട. അതെല്ലാം നമുക്ക് പറയാം. അത് വരുന്നത് അത് മൊത്തത്തിൽ അതിനൊക്കെ കൂടി വിലക്കെട്ടിയിട്ട് അതിന്റെ തോതനുസരിച്ചായിരിക്കും ഈ അനന്തരാവകാശികൾക്ക് വീതിക്കപ്പെടുക. പിന്നെ അതിന് പറമ്പാണെങ്കിൽ തന്നെ ഇപ്പൊ റോഡ് സൈഡിലുള്ള പിന്നെ വഴി പിന്നെ സ്ഥലം ഉണ്ടാവും, നന്ന ബാക്കിലുള്ളതുണ്ടാവും, അതേപോലെ തന്നെ അങ്ങാടിയിലേക്ക് നീങ്ങുന്നതുണ്ടാവും, വെള്ളം കിട്ടുന്ന സ്ഥലമുള്ളതുണ്ടാവും, അതുപോലെ തന്നെ കൃഷിയിടം നടത്താൻ പറ്റുന്നതുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഏറ്റ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതെല്ലാം ഈ പറയുന്നതിന്റെ അടിയിൽ കൂടി നമുക്ക് ഇങ്ങനെ സംശയങ്ങളായിട്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അഡ്വാൻസായി ആദ്യമേ പറയുന്നത്, അതെല്ലാം നമുക്ക് ഏകദേശ രൂപം തിരിയും കുറച്ചിങ്ങോട്ട് കടന്നു വരുമ്പോൾ. അതിനെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അപ്പോ ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പോ ഭിന്നസംഖ്യനെ കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ. ഇതൊക്കെ അറിയുന്ന അഭ്യസ്ത വിദ്യരായ ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് എന്ന് എനിക്കറിയാം. എല്ലാവർക്കും നല്ല ക്വാളിഫൈഡ് ആയ ആളുകളും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ കണക്കൊന്നും അവർക്ക് പിന്നെ വിഷയമല്ല എന്നും എനിക്കറിയാം. എന്നാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതിങ്ങനെ ഭിന്നസംഖ്യയിലാണ് വരിക എന്ന ഒരു മുൻകരുതൽ ഞാൻ നിങ്ങളിലേക്ക് അറിയിച്ചതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാലോ. അപ്പൊ അതിൽ തന്നെ ചില മാറ്റങ്ങൾ വരും. ഇപ്പൊ 1/2 × 1/2 എന്ന് നമ്മൾ ഇൻഡു ആയിട്ട് വരുമ്പോൾ = 1/4 ആണ്. കാരണം മറ്റ് സംഖ്യകളെ പോലല്ല. 2 × 2 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എത്രയാണ്? 4 ആണ് അല്ലെ? അപ്പൊ മുകളിലേക്കാണ്. അതായത് നമ്മള് ഭിന്നസംഖ്യ അല്ലാത്ത
സംഖ്യ ശരിക്കും അതിനെ നമ്മൾ ഗുണിക്കുന്ന സമയത്ത് മുകളിലോട്ട് പോകുമ്പോൾ ഭിന്നസംഖ്യ ഗുണിക്കുമ്പോൾ കീപോട്ടാണ് വരുന്നത്. നമ്മൾ കണ്ടല്ലോ 1/2 എന്ന് പറയുമ്പോൾ ഹാഫ് അല്ലേ, അപ്പൊ അതിനെ 1/2 ഗുണിക്കുമ്പോൾ 1/4 ആണ്, കാലിലേക്ക് വന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ആ കണക്കിലും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വീതം കുറയുകയൊന്നുമില്ല എന്നും അഡ്വാൻസ് ഞാൻ ആദ്യമായിട്ട് പറയുന്നു. അതേസമയത്ത് 1/2 ഹരിക്കണം 1/2 എന്ന് വരികയാണെങ്കിൽ അവിടെ വരുന്നത് 2/2 = 1 എന്ന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ കൂടുകയാണ്, അങ്ങനെയും വരുന്നുണ്ട്. അപ്പൊ ഹരിക്കുമ്പോൾ കൂടുകയും ഗുണിക്കുമ്പോൾ കുറയുകയും ചെയ്യുന്ന ഒരു രീതി ഭിന്നസംഖ്യയിൽ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഉള്ള കണക്കാണ് വരുന്നത് എന്നുകൊണ്ട് മുൻകരുതൽ എന്ന രീതിയിൽ അതേക്കുറിച്ചും ഒരു ബോധവാന്മാരായിരിക്കും നമുക്ക് നല്ലതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയും. എന്നാലും നമ്മളിപ്പോ വെറും കാൽക്കുലേറ്ററിനെ സമീപിക്കുന്ന രീതിയല്ലേ. അപ്പോ അതിൽ നിന്നും മാറിയിട്ട് നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവുന്നത് ഒരു നല്ലതായിരിക്കും എന്ന് സാന്ദർഭികമായി ഈ വിഷയത്തിന്റെ മുന്നോടിയായിട്ട് നിങ്ങളോട് ഉണർത്തുകയാണ്. അപ്പോ വിഷയം നമുക്ക് ഏകദേശം ഇപ്പോ 2/3 ആളുകളെ നമ്മൾ പറഞ്ഞു, അതിൽ കിട്ടുന്ന ആളുകളെ പറഞ്ഞു. അതില് പ്രത്യേകമായ ഒരു മസല രീതി ഇന്നലെ നമ്മൾ പറഞ്ഞു, അത് എപ്പോഴും മനസ്സിൽ വെക്കുക. അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ, മൊത്തം 6 ഓഹരിയാണ് പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതില് സുലുസാനി എന്ന് പറഞ്ഞ 3/2 ഭാഗം, 2/3 കുറിച്ചുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് 1/2, അതായത് ഹാഫ്, 2/1. അത് കിട്ടുന്ന പകുതി ഭാഗം കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണ്? അത് കിട്ടുന്നത് 5 പേരാണ്. ഈ 5 പേര് പെട്ടെന്ന് എന്റെ നമ്മളെ ഫിഖ് മസല ഗ്രൂപ്പിലെ എല്ലാവർക്കും പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാവും. അവരാരും എന്റെ മുമ്പിൽ ആളുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാവുമായിരുന്നു. അവരാരെന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട 4 ആളുകൾ. വളരെ വ്യക്തമായില്ലേ? ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട 4 ആളുകൾ. ഒരു നിബന്ധനയുണ്ടെന്ന് മാത്രം. ആരാണത്? മകള്, മകന്റെ മകള്, ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി, വാപ്പ ഒത്ത സഹോദരി. പക്ഷെ അത് അവിടെ നമ്മൾ 3/2 കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? 3/2 കിട്ടുന്നത് നമ്മൾ പറഞ്ഞു അത് 2 or 2 കൂടുതൽ വരികയാണ്. 2 മകളുണ്ട്, അല്ലെങ്കിൽ 3 മകളുണ്ട്, അല്ലെങ്കിൽ 4 മകളുണ്ട്, അല്ലെങ്കിൽ 10 മകളുണ്ട്, 10,000 ഉണ്ടായിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഒക്കെ നമുക്ക് സങ്കല്പമായിട്ട് പറഞ്ഞതാണ്, അതിന് പിടിച്ചു തൂങ്ങരുത്. അപ്പോ അങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന വീതം മറ്റാരുമില്ല, അനന്തരം കിട്ടാൻ അർഹരായ മറ്റാരുമില്ലാതെ ഇവര് മാത്രം വരുന്നു എങ്കിൽ അവർക്ക് കിട്ടുന്ന വീതം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു 9 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ അതിന്റെ 6 ലക്ഷം രൂപ ഇവർക്കായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോ എന്നതുപോലെ ഈ പറഞ്ഞ ആളുകള്, അതായത് മകള്, മകന്റെ മകള്, ഉമ്മയും വാപ്പയൊത്ത സഹോദരി, വാപ്പത്തെ സഹോദരി, ഇവര് ഒരാള് മാത്രം വന്നാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞത് 2 or 2 കൂടുതലോ എന്നത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മളെ പ്ലേറ്റ് മാറി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരാള് മാത്രം വന്നു എന്നാൽ അവർക്ക് കിട്ടുന്നത് ഹാഫാണ്, 1/2 ആണ്, 2/1 നിസ്ഫ് എന്ന അറബിയിൽ നമ്മൾ പറയുന്ന അതാണ് കിട്ടുന്നത്. അപ്പോ മനസ്സിലാക്കുക, ഒരാൾക്ക് 10 കോടി രൂപ അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏകദേശം നമുക്ക് എന്തും പറയാലോ, നമ്മൾക്കിപ്പോ ഒരു കണക്ക് വെച്ചിട്ടല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ഉണ്ട്, അദ്ദേഹം ലോകത്തിന് വിട പറഞ്ഞാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ. മയ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ മയ്യത്ത് എന്നേ പറയേണ്ടതുള്ളൂ. അത് ആണാവാം പെണ്ണാവാം. ആ മയ്യത്തിനോട് ഈ അനന്തരാവകാശമായിട്ട് വരുന്നത് ആണും പെണ്ണും ഒക്കെ ഉണ്ടായിട്ട് വരാം. പക്ഷെ മയ്യത്ത് ആരാണ്, പെണ്ണാണ്, ആണാണെന്ന് വ്യക്തമാക്കേണ്ടുന്ന ഒരു ആവശ്യം ഈ വിഷയത്തിൽ വരുന്നില്ല. മയ്യത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആളുകൾക്കുള്ള വീതമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെയാണ് പ്രാധാന്യവും ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോ അങ്ങനെ 10 കോടി ഉള്ള ഒരാള് ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ അയാൾക്ക് ബാക്കിയുള്ളത് ആരാണ്? ആകെ ഉള്ളത് ഒരു മോള് മാത്രമാണ്, ഒരു മകള് മാത്രമാണ്. അപ്പോ അവിടെ വരും, ഈ മകൾക്ക് മകളല്ലേ മകൾ ചോദിക്കും. പക്ഷെ മകൾക്ക് മകളുണ്ടായിട്ട് കാര്യമില്ല, അത് വേറൊരു വിഷയത്തിലൂടെ പോകും. മകന്റെ മകളുണ്ടെങ്കിൽ അവർക്ക് വേറെ രീതിയിലാണ്. അപ്പോ അതൊക്കെ കൂടി വരുന്ന ഒരു സ്വത്ത് ഓരിവെക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു മകള് മാത്രം ഉള്ളൂ എങ്കിൽ ആ മകൾക്ക് ഈ 10 കോടിയിൽ നിന്നും 5 കോടിക്ക് അവകാശം ഉള്ളൂ എന്നാണ്. വ്യക്തമായി കാണും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അവൾക്ക് കിട്ടുക ഈ 5 കോടിയെ കിട്ടുള്ളൂ. ഇനി അതിന്റെ താഴെ ആവാം, മുകളിലാവാം, എത്രയാണെങ്കിലും ഈ ആനുപാതികത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി ആകെ ഉള്ളത് 10,000 രൂപയാണെങ്കിൽ 5,000 രൂപ, 10 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം,
ഇങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇനി പാടോ പറമ്പൊക്കെ ഉള്ളതായിട്ട് വരികയാണെങ്കിൽ അപ്പൊ അതിനെ വില കെട്ടിയിട്ട് വേറെ രീതിയിൽ പറയാം. ഞാനൊരു എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇത്ര ഏക്കർ ഉണ്ടെങ്കിൽ ഇത്രയാണ്. കാരണം ഏക്കറയുള്ളതും ഉണ്ടല്ലോ. അപ്പൊ ആരുടെയും മനസ്സിൽ ഇങ്ങനെ തട്ടിക്കുണ്ടാവും, എന്താ ഉസ്താദ് ഏക്കറയെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ മറ്റേതോ എന്താ സ്പർശിക്കാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ അതും കൂടി അങ്ങ് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അതെല്ലാം നമുക്ക് ഒറ്റ ഇതെല്ലാം കൂടി കൂട്ടി പറഞ്ഞതിന് ശേഷം കൂട്ടിയിട്ട് ഓരോരുത്തരെ ആരൊക്കെ ഉണ്ട്, ഒരാൾക്ക് മരിച്ചതിന് ശേഷം വന്നത് അവരൊക്കെ പാടെ കൂട്ടിയിട്ട് വരുമ്പോൾ ഉള്ള സ്വത്തിനൊക്കെ പാടെ കണക്കൂട്ടിയിട്ട് നമുക്ക് അതിന്റെ വിഹിതം പറയാൻ സാധിക്കും. അതിന് കുറച്ചും കൂടി കടന്നു വരണം. അപ്പോ ഇപ്പൊ 10 ഏക്കറയുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഒറ്റയടിക്ക് ഇപ്പൊ പറയാം, ഒരു പെണ്ണുള്ളതുകൊണ്ട് 10 ഏക്കർ ഉണ്ടെങ്കിൽ 5 ഏക്കർ അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാം. ഇതങ്ങനെ. ഇനിയിപ്പോ ഒരു മകള്, ഇനി മകളില്ല, ആകെ ഉള്ളതൊരു മകന്റെ മകളാണെങ്കിൽ അവൾക്കും ഈ രീതിയിൽ പകുതിക്ക് അവകാശം ഉണ്ട്. ഇനി അതല്ല, മകളുമില്ല മകന്റെ മകളുമില്ല, ഉള്ളതാരാണ്? ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി, ഒരു ഉമ്മയിലും വാപ്പയിലും ഉള്ള സഹോദരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നിലേക്ക് നോക്കൂ. ഞാൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് എനിക്കുള്ളത് എന്റെ ഉമ്മയിലും വാപ്പയിലുമുള്ള എന്റെ ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ വരാലോ. ഒരു പെങ്ങൾ ഉമ്മയും വാപ്പത്തെ സഹോദരൻ, അതാണ് ആ പെങ്ങൾക്ക് എന്റെ സ്വത്തിന്റെ പകുതി ഭാഗമേ കിട്ടൂ. മനസ്സിലായല്ലോ? അങ്ങനെയാണ് അതിന്റെ വിഷയം. ഇനി ഈ ഉമ്മയും വാപ്പയത്തെ സഹോദരി ഇല്ല, ആരുണ്ട്? വാപ്പ ഒത്ത സഹോദരി ഉള്ളൂ ഒരാൾ മരിക്കുന്ന സമയത്ത്. അപ്പൊ അതെങ്ങനെ? വാപ്പത്തെ സഹോദരി എന്ന് പറയുമ്പോൾ വാപ്പയിൽ ഒത്തു. ഇപ്പൊ എന്റെ വാപ്പ ഒരു ഫർദ് നിലക്ക് പറയാണ്, എന്റെ വാപ്പ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അപ്പൊ അതിലും കുട്ടിയുണ്ട്. അപ്പോ എന്റെ വാപ്പയിൽ ഒത്ത ഒരു കുട്ടിയാണ്. ആ വേറെ കല്യാണം കഴിച്ചതിലുള്ള കുട്ടിയും ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എന്റെ വാപ്പയിൽ ഒത്ത സഹോദരിയാണത്. എന്റെ ഉമ്മ വേറെ, ആ കുട്ടിയുടെ ഉമ്മ വേറെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സഹോദരിയാണെങ്കിൽ ആ സഹോദരിക്കും കിട്ടുന്ന വിഹിതം എത്രയാണ്? അവൾ മാത്രമുള്ളൂ എങ്കിൽ അവൾക്ക് 1/2, എത്ര? ഹാഫ്, പകുതി മാത്രമേ ഉള്ളൂ. അപ്പൊ പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്ന ഒരു രീതി വരുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്നല്ലാതെ ഒരു പെണ്ണല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നാട്ടു നടപ്പ് മുഖേനയോ അതല്ലെങ്കിൽ പ്രാദേശികമായിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടുള്ള നിബന്ധന മുഖേനയോ കൊടുക്കാൻ ശറഅ് അനുവദിച്ചിട്ടില്ല. ഇനി നോക്കൂ, ഇങ്ങനെ കൊടുക്കണം എന്നാണ് ഈ പെൺകുട്ടിയുടെ സകല കാര്യങ്ങളും, അവള് പ്രായപൂർത്തിയാകുന്നത് വരെയും പ്രായപൂർത്തിയായിട്ടും ഒക്കെ അവളുടെ സകല കാര്യങ്ങളും ഏറ്റെടുക്കപ്പെടുന്നത് അവളുടെ ഭർത്താവ്, അതല്ലെങ്കിൽ അവളുടെ ഉപ്പ, അതല്ലെങ്കിൽ അവരുടെ ആങ്ങളാർ, ഇങ്ങനെയാണല്ലോ പോകുന്നത്. എന്നിട്ടും ശറഅ് അവൾക്ക് ഇങ്ങനെ ഒരു വിഹിതം വെച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം കണക്കാക്കുന്ന ഒരു രീതിക്ക് അപ്പുറത്ത് ഒരു വിരൽ അനക്കാൻ പോയിട്ട് അവർക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരു വിരൽ ചൂണ്ടാൻ കഴിയില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ നേരെ. ആ നിലക്കുള്ള സ്ഥാനമാനങ്ങൾ പരിശുദ്ധ ദീൻ ആർക്ക് വെച്ചിട്ടുണ്ട്? സ്ത്രീകൾക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞൊക്കെ തന്നെ ഈ ഫർദിന്റെ എണ്ണുമ്പോഴൊക്കെ എണ്ണുന്നത് ആരാണ്? അവരാണല്ലോ. ഇനി പാവപ്പെട്ട ഈ മകനുണ്ട്, ഈ ഫർദിന്റെ അഹലുകാരൊക്കെ പാടെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവർക്കൊക്കെ വീതിച്ചു കൊടുത്തു. ഒരു പെണ്ണുണ്ട്, പിന്നെ വേറെ കിട്ടുന്ന വല്യമ്മണ്ട്, ഉമ്മണ്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോ ഇവർക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഫർദായിട്ടുള്ള ഈ വിഹിതം മുഹരി വെച്ചു കഴിഞ്ഞാൽ എല്ലാ നിലക്കും അധ്വാനിച്ചുണ്ടാക്കി ആ വീട്ടിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. വീട് മോഡിഫൈ ചെയ്തു, അതുപോലെ കിണർ കുത്തി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ആ വീട്ടിന്റെ പറമ്പിലൊക്കെ കൊത്തലും പിടിക്കലും അതിനുള്ള ചെലവൊക്കെ ചെയ്യും മകനക്കാരം. പക്ഷെ പാവ ഈ മകന് ഈ ഫർദുകാർക്കൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കിട്ടാത്തൊരു കോലം വരും. അപ്പൊ നിങ്ങൾ എന്താ പറയാ? അപ്പൊ യുക്തി എവിടെ പോകുന്നു? കിട്ടാത്തൊരു കോലവും വരും. ഇനി കിട്ടുമെങ്കിൽ തന്നെ ഒരു മകള് മാത്രം അവശേഷിച്ചപ്പോൾ അവൾക്ക് പകുതി എന്ന് പറഞ്ഞ ആ ഒരു കണക്ക് കിട്ടാത്ത കോലവും വരും. അങ്ങനെയും വരും. ഇനിയിപ്പോ ഈ പറഞ്ഞതിന്റെ ഉടനെ തന്നെ അതേത് എന്ന് പറഞ്ഞാൽ ഈ ആശങ്കപ്പെടേണ്ട. വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം അതിന്റെ അടി കൂടി കയറി നമ്മൾ പറയുമ്പോൾ അത് വീണ്ടും മംഗലാപ്പിലായി പോകും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയും വരും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒന്ന് കിട്ടാത്തൊരു കോലവും വരുന്ന സാധ്യത ഉണ്ട്. കാരണം ആ മയ്യത്തിന് ഫറലായിട്ട് കെട്ടപ്പെടേണ്ടുന്ന ആളുകാരെല്ലാരും ഉണ്ടായി, ഒരാളെ കൊണ്ട് ഒരാൾ പോവാത്ത രീതിയിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഈ മകന് ബാക്കി നോക്കുമ്പോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മകന് കിട്ടുന്നത് എങ്ങനെയാണ്? കല്യാണത്തിന് ചോറ് വെച്ച പോലെയാണ് എന്റെ ഉസ്താദിന്റെ ശൈലി എടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇവനൊന്നും കിട്ടാതെ വരാവുന്ന അവസ്ഥയും ഉണ്ടാവാം. ഇനി ഇതിലൊക്കെ വേറെയും കുറെ വിഷയങ്ങളൊക്കെ വരാനുണ്ട്. അഹു മുബാറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കടന്നു വരാണ്ട്. എല്ലാവരും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോഴാണ് അറിഞ്ഞത് എവിടെയോ പാപ്പ കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു, ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും. അപ്പോഴായിരിക്കും ഈ പറഞ്ഞ മസലക്കൾ മാറ്റേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ എനിക്കുണ്ടായി അറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കാരണം ഇവിടെ ഒരാൾ മരണപ്പെട്ടപ്പോ അയാളുടെ
എളാപ്പാന്റെ മകന് ഇവിടെ ഉണ്ട്. അപ്പൊ എളാപ്പാന്റെ മകനാണ് അതിന് അർഹരി എന്ന് കരുതി നിന്നു. അതും ഇവിടത്തെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ, ഇവിടത്തെ ഖളാ ചെയ്യുന്ന ആളുകൾ, വലിയ കുടുംബം. അപ്പൊ അവര് ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചത്. പക്ഷെ ഈ ആള് മരണപ്പെട്ടപ്പോ അബൂദാബിയിൽ അദ്ദേഹം മുൻപ് കല്യാണം കഴിച്ചതിലുള്ള ഇവരുടെ ഇതേ പ്രായമുള്ള ഒരു മോൻ അവിടെ ഉണ്ട്. ആ മോൻ ആ മരണ വാർത്ത അറിഞ്ഞപ്പോ ഇവിടെ വന്നു. അപ്പൊ എന്തായി പോയി, ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊക്കെ സ്വത്ത് ആ മകന് മാത്രമാണ് കിട്ടി. ഇപ്പോൾ കസബിൽ നടന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച്. അപ്പൊ അങ്ങനെ സംഭവിക്കാം, അങ്ങനെ സംഭവിക്കുന്ന വളരെ കുറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ വിഷയം ഞാൻ ചുരുക്കി പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ആളുകൾക്കാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആ രീതിയിലൊക്കെയാണ് നിങ്ങളോട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി പകുതി കിട്ടുന്ന ആളെ ഒന്നുകൂടി ഇനിയൊന്ന് കണ്ണു തുറന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നമ്മൾ 4 ആളെണ്ണി, ഒന്ന് മകള്, മകന്റെ മകള്, ഉമ്മയും വാപ്പത്തെ സഹോദരി, വാപ്പത്തെ സഹോദരി, ഇവർക്കാണ് പകുതി കിട്ടാൻ അർഹർ എന്ന് പറഞ്ഞല്ലേ നമ്മള്. അത് ഒരാളാകുമ്പോൾ വളരെ വ്യക്തമാണ്. മുംഫരിദാത്തിൻ എന്നാ പറഞ്ഞത്. ഇവർ ഒറ്റയായിട്ട് വരണം. ഇവരെ കൂടെ 2 ആണെങ്കിലും മസല മാറി, 3 ആണെങ്കിലും മാറി. നമ്മൾ ഇന്നലെ പഠിച്ചു. ഇത് 1 ആണെങ്കിലാണ് ഈ പറഞ്ഞത്. ഇനി കിട്ടാൻ പോകുന്നത് ആർക്കാണ്? ആ വിഭാരത്തിനെ ഞങ്ങൾ വായിക്കാം. വലി സൗജിൻ ലൈസ ലിസൗജതിഹി ഫർഉൻ വാരിസുൻ ദകറൻ കാന ഔ ഉൻസ. ആർക്ക് പകുതി കിട്ടാൻ അർഹതയുള്ള മറ്റൊരാളാണ് ആര്? ഭർത്താവ് എന്ന് പറയുന്ന ആള്. സൗജ് ഭർത്താവ്. അപ്പൊ ഭർത്താവിന് ഭാര്യ മരിച്ചാൽ ഭർത്താവിന് എന്ത് കിട്ടും? പകുതി കിട്ടും. എപ്പോഴാണ് കിട്ടുക? ഈ ഒരാൾ കല്യാണം കഴിച്ച് ഭർത്താവിന് ഫർഉൻ വാരിസേ ഇല്ല എന്ന് പറഞ്ഞാൽ മക്കൾ ഇല്ല, മക്കളോ മകന്റെ മക്കളോ ആയിട്ട് ആ വകുപ്പിൽ ഒരാളും ഇല്ല. അത് പെണ്ണായിട്ടോ ആണായിട്ടോ ആരുമില്ല. ഈ ഭർത്താവിന് പെണ്ണായിട്ടോ ആണായിട്ടോ, അല്ല ഭർത്താവിനല്ല ഭാര്യയ്ക്ക്, മരണപ്പെട്ട ഇത് ഭാര്യയാണ്. അപ്പൊ ഭാര്യ മരിക്കുമ്പോ ഭർത്താവ് ഹയാത്തിലുണ്ട്. ആ ഭർത്താവിന് പകുതിക്ക് അവകാശമുണ്ട്. എപ്പോൾ ഈ സൗജത്ത് എന്ന് പറയുന്ന ഭാര്യക്ക് മക്കളോ അല്ലെങ്കിൽ ആ പരമ്പരയിൽ വരുന്ന ആരുമില്ല. അത് ആരാവട്ടെ, ആണായിട്ട് പെണ്ണാവട്ടെ, അങ്ങനെ ആരുമില്ലാതെ വന്നു. അതായത് ഫർവാരിസന മക്കൾ ഉണ്ടാവാതിരിക്കുക എന്നർത്ഥം. അതായത് ആണായിട്ടോ പെണ്ണായിട്ടോ മകനോ മകളോ ഇല്ലാതെ വന്നു, അവരില്ല, ഫർവാരിസ് ഇല്ല, മക്കളില്ലാത്ത ഒരവസ്ഥ വരികയും ഈ ഭാര്യ മരണപ്പെടുകയും പിന്നെ ഉള്ളത് ആരാ? ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ ഭർത്താവിന് പറയാൻ പറ്റില്ല എനിക്ക് ഫുള്ള് വേണമെന്ന്. അതിന് അവകാശമില്ല. ശറഅ് വെച്ചത് പകുതിയാണ്. 1/2, അതാണ് ഹാഫ്. അപ്പൊ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 1/2 മാത്രമേ ആർക്കുള്ളൂ, പകുതിയുള്ളൂ. കാരണം ഇവര് കല്യാണം കഴിഞ്ഞൊരു 40 കൊല്ലമോ 50 കൊല്ലമോ ഒക്കെ ഒരുമിച്ച് ജീവിച്ചു. എല്ലാ നിലക്കും അവർ തന്നെ ഒരുമിച്ച്, വേറെ ആരുമില്ല, മക്കളില്ലല്ലോ. അപ്പൊ അങ്ങനെ ജീവിച്ചു പോന്നു. അപ്പോ ആ ഒരു ഉള്ളറിഞ്ഞ സ്നേഹവും ബന്ധവും ഒക്കെ ഉള്ളാവുമ്പോ നമുക്ക് അപ്പൊ ഇവനെ ആൾക്കുന്നുണ്ട് ഇല്ലേ, അങ്ങനെയുള്ള ആ ഒരു ചിന്ത വേണ്ട. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ശറഅ് പറഞ്ഞത്. ആ ശറഅന്റെ ഉള്ളിലുള്ള ഹുക്കുമത്തിലേക്ക് എത്താൻ ലോകത്തൊരാൾക്കും സാധ്യമല്ലല്ലോ. പടച്ച റബ്ബ് പറഞ്ഞ ഹുക്കുമല്ലേ, ഖുർആനിൽ പറഞ്ഞതല്ലേ. അപ്പൊ അതാണ്. അതിലൊക്കെ മറ്റുള്ള ഹുക്കുമത്തുകളും ഉണ്ട്. അത് ഒന്നിപ്പോൾ ഇതിന്റെ കൂടെ പറയാൻ പറ്റുന്നതല്ല. അതൊക്കെ നമുക്ക് മറ്റൊരു രീതിയിൽ അതിന്റെ സമയങ്ങൾ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് 6 വിഭാഗം ഉള്ളതിൽ 3-ൽ 2 കിട്ടുന്നവരെ പറഞ്ഞു. ഇപ്പോൾ അര കിട്ടുന്ന, 2-ൽ 1 കിട്ടുന്ന, 1/2 കിട്ടുന്ന, നിസ്ഫ് കിട്ടുന്ന ആളുകളെയും പറഞ്ഞു. അവർ 5 ആണ് എന്നും നമ്മൾ ഇന്ന് അതില് ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടും എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നാം കൊണ്ടുവന്നത്. അങ്ങനെ ഫർദിന്റെ അഹ്ലുകാരെ കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ പ്രവേശിക്കുകയും അതിൽ പിന്നെ 3-ൽ 2 കിട്ടുന്നവരെ കുറിച്ചും 2-ൽ 1 കിട്ടുന്നവരെ കുറിച്ചും അതുപോലെ തന്നെ 4-ൽ 1 കിട്ടുന്നവരെ കുറിച്ചും 8-ൽ 1 കിട്ടുന്നവരെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആരെയാണ്? സുലുസുൻ എന്ന് പറഞ്ഞ ഒരു ഓഹരി, 3-ൽ 1. അപ്പൊ സുലുസാനി നമ്മൾ പറഞ്ഞു, നിസ്ഫ് പറഞ്ഞു, റുബു പറഞ്ഞു, സുമുന് പറഞ്ഞു. ഇനി സുലുസും സുദുസും ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. അതിൽ സുലുസ് എന്ന് പറഞ്ഞാൽ 1/3, 3-ൽ 1 ഭാഗം. ഇവിടെയും മനസ്സിലാക്കണം, ഈ 3-ൽ 1 ഭാഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എല്ലായ്പ്പോഴും കിട്ടുന്നു എന്ന അർത്ഥത്തിലല്ല. ഈ 3-ൽ 1 കിട്ടാൻ അർഹരായ ആളുകൾ നമ്മൾ എണ്ണിയ 25 ആളുകളിൽ ആരാണ് എന്നാണ് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ 3-ൽ 1 അതുപോലെ തന്നെ 4-ൽ 1, 8-ൽ 1, 6-ൽ 1 ഉള്ളവരൊക്കെ ഒരുമിച്ച് വരാം.
അങ്ങനെ വരുന്ന സമയത്ത് ഒറ്റടിക്ക് നമുക്ക് അതിന്റെ മസ്അല, അതിന്റെ വീതം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിൽ കുറച്ച് നമ്മുടെ ഭിന്നസംഖ്യയുമായിട്ടുള്ള കണക്കിനോട് ബന്ധവും വരും. കാരണം ചില സമയങ്ങളിൽ ചിലയിടങ്ങളിൽ ഒരേപോലെയുള്ള അംശങ്ങൾ വരും. അംശങ്ങൾ ഛേദങ്ങളൊക്കെ എന്താ വ്യത്യാസമായിട്ട് വരും. എല്ലാത്തിലും ഒന്നാണ് മുകളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ആ കസറിന്റെ താഴെയുള്ളത് ഞങ്ങൾ അറബി ഭാഷയിൽ തന്നെ തവാഫുക്കായിട്ട് തബായുനായിട്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ അതിനെ ഒന്നിനെ ഒന്നിലേക്ക് ഗുണിച്ചിട്ട് അല്ലെങ്കിൽ തവാഫുക്കാണെങ്കിൽ വെട്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളും കാര്യങ്ങളും അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പറയാം അത്. ഞാൻ ചുരുക്കത്തില് അങ്ങനെ, അതായത് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സംശയത്തിന്റെ വഴിയിലേക്ക് വരണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ കുറച്ചും കൂടി ഇതുകൂടി പൂർത്തിയായി പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് ആദ്യമായിട്ട് ഈ വിഷയം ഒന്നുകൂടി ഉണർത്തിയത്. അപ്പോ 1/3 കിട്ടുന്നത് ആർക്കാണ് എന്ന് ഖുർആനിക അടിസ്ഥാനത്തിൽ ഖുർആനിലെ ആയത്ത് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ്. അതിനെ ഫുഖഹാ നമുക്ക് വിശദീകരിച്ച് തരുന്നു. ഫർദ് ഇസ്നൈനി, 2 ആൾക്കുള്ള ഫർദാണ്. 2 ആൾക്കാണ് ആര് കിട്ടുക? 1/3 കിട്ടുക. അതായത് അതിൽപ്പെട്ട ഒന്ന് ആരാണെന്ന് അറിയുമോ? അത് ലി ഉമ്മിൻ ലൈസ ലി മയ്യിതിഹാ ഫർഉൻ വാരിസുൻ എന്നാണ്. ഉമ്മാക്ക് 1/3 കിട്ടാൻ അർഹയാണ്. ഉമ്മാക്ക് 1/3 കിട്ടും. നമ്മളിപ്പോ എണ്ണീട്ടുണ്ടല്ലോ, ഉമ്മാന് ഇനി വരുന്നുണ്ട്. ഉമ്മാക്ക് 1/3 അർഹത ഉണ്ട്. എല്ലാ സമയത്തും അല്ല, 1/3 കിട്ടാൻ സാധ്യത ഉണ്ട്. പക്ഷെ എപ്പോഴാണ് അത് കിട്ടുക എന്ന് പറയുമോ? ലൈസലി മയ്യത്തിഹ ഫർഉൻ വാരിസൻ, മയ്യത്തിന് ഫർഉൻ വാരിസൻ എന്ന് പറഞ്ഞാൽ മക്കൾ ഇല്ലാതെ വന്നാൽ, ആണായിട്ടോ പെണ്ണായിട്ടോ മക്കൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഉമ്മാക്ക് 1/3 ഉണ്ട്. പിന്നെ ആരും ഇല്ല. വല അദദുൻ ഇസ്നാനി ഫ അക്സറു, 2 2 കൂടുതലോ ആയിട്ട് സഹോദരന്മാരും ഇല്ല, അല്ലെ സഹോദരിമാര് ഇല്ല. അതായത് ആണായിട്ടോ പെണ്ണായിട്ടോ 2 2 കൂടുതലോ സഹോദരിമാര് ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ മയ്യത്തിനിക്ക് മക്കൾ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ഉമ്മാക്ക് കിട്ടുന്ന വീതം 1/3 എന്നർത്ഥം. അപ്പൊ ഇവരുണ്ടാകുമ്പോൾ ഉമ്മാന്റെ വീതം മാറും. ഉമ്മാക്ക് ഈ വീതം കൊടുക്കപ്പെടുകയില്ല. ഉമ്മാക്ക് ഏത് സമയത്തും വീതങ്ങൾ കിട്ടും, അതുറപ്പാ. പക്ഷെങ്കിൽ ഉമ്മ ഒഴിവാകുകയും ഇല്ല അവരെ കൊണ്ടും. അതൊക്കെ നമുക്ക് ശേഷം വരുന്ന ക്ലാസ്സിൽ മനസ്സിലാവും. പക്ഷെ ആ ഉമ്മാക്ക് 1/3 കിട്ടാൻ അർഹത വരുന്നത് ഈ ഒരു സമയത്താണ്. എങ്ങനെ? അതിലാണ് ഒന്നുകൂടി ഞാൻ പറയുന്നു. മക്കൾ ഇല്ലാതിരിക്കുക. ആർക്ക് മക്കൾ ഇല്ലാതിരിക്കുക? മരിച്ച നമ്മുടെ മയ്യത്തിനിക്ക് മക്കൾ ഇല്ലാതിരിക്കുക. അതാണായിട്ടോ പെണ്ണായിട്ടോ. അതുപോലെ ആരുമില്ല, സഹോദരന്മാര് 2 2 കൂടുതലിട്ട് അതും ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ വീതം കിട്ടുന്നത്. അപ്പൊ പിന്നെ അവിടെ സംശയം വരുന്നുണ്ട്, 1 കൊണ്ടെങ്കിൽ എങ്ങനെയാണ്? അത് അടുത്ത വിഷയത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒന്നതാണ്. രണ്ടാമത്തെ ആള് വലി വലദേഹ എന്നാണ്. ആരാണ്? ഉമ്മാന്റെ മക്കൾക്കാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കണം. ഉമ്മാക്കുള്ള മക്കൾക്ക് കിട്ടുന്ന വീതം എത്രയാണ്? എത്ര കിട്ടുന്നത്? അവർക്കും 1/3 കിട്ടാൻ അർഹത ഉണ്ട്. വലതൈ ഉമ്മിൻ അക്സറ എന്നാണ്. അതായത് ഉമ്മാന്റെ മക്കള്, അതായത് ചിലപ്പോ ഏതാവാം, 2 2 കൂടുതലാവാം. അതില് ആരും സമാണ്, ആണും പെണ്ണും ഒക്കെ സമാണ്. ആണായിട്ട് വന്നോ പെണ്ണായിട്ട് വന്നോ ഉമ്മത്തെ സഹോദരന്മാരായിട്ട് വരുന്ന ആ ഒരു വിഭാഗം വന്നാൽ അവർ മാത്രമേ ഉള്ളൂ എങ്കിലൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും മനസ്സിലാക്കണം. പിന്നെ നമുക്ക് മൊത്തത്തിൽ ഇത് പറഞ്ഞ വീതങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു പട്ടിക ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു സങ്കല്പമായിട്ട് ഇങ്ങനെ കുറെ ആളുകളെ പറയാം, നമുക്ക് ബന്ധപ്പെട്ടത് നമുക്ക് പറയാം. അപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്കും കിട്ടുന്ന വീതം 1/3. ഇനി അടുത്ത ദിവസം നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. 6 അത് കുറച്ച് കൂടുതൽ ആളുകൾ ഉണ്ടാവുകൊണ്ട് നമുക്കൊന്ന് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പാഠം നൽകിയ മിറാസിന്റെ അനന്തരാവകാശികളുടെ വിഹിതത്തെക്കുറിച്ചുള്ള ചർച്ച നാം നടത്തുകയുണ്ടായി. അതില് അധികവും നാം ചർച്ച ചെയ്തു. ഇനി ഒരു വീതത്തെക്കുറിച്ച് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്മൾ 1/3 സുലുസ് കിട്ടുന്നവരെ കുറിച്ചുള്ള ചർച്ച നാം നടത്തി. നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മാക്ക് സുലുസ് കിട്ടും, മയ്യത്തിന് ഫർഉൻ വാരിസ് ഇല്ല എങ്കിൽ, എന്ന് വെച്ചാൽ മക്കൾ ഇല്ല എങ്കിൽ
അതുപോലെ രണ്ടോ രണ്ടിൽ കൂടുതലോ സഹോദരി സഹോദരന്മാർ ഇല്ല എങ്കിൽ അത് അഷിഖ അല്ലെങ്കിൽ ഉമ്മയിൽ ഒത്തതാവാം, അല്ലെങ്കിൽ വാപ്പയിൽ ഒത്തതാവാം. ഇതെല്ലാം ആ സഹോദരന്മാരിൽ പെടുന്നുണ്ട്. ഉമ്മയും വാപ്പയും ഒത്തതാവട്ടെ, അല്ലെ വാപ്പയിൽ ഒത്തതാവട്ടെ, അല്ലെ ഉമ്മയിൽ ഒത്താവട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ആണോ പെണ്ണോ ആയിട്ട് സഹോദരി സഹോദരന്മാരാൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവിടെ ഉമ്മാക്ക് 1/3 ആണ് എന്ന് നാം ഇന്നലെ പഠിച്ചു. പിന്നെ അതിന് കൂടെ പറയുന്നത് ഉമ്മാന്റെ രണ്ടോ രണ്ടിൽ കൂടുതലോ വരുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്ത സഹോദരി സഹോദരന്മാരായിട്ട് വരുന്നവർക്ക് 1/3 ഉണ്ട് എന്ന്. അതായത് 2 പേർക്കാണ് അത് കിട്ടുന്നത്. ഇനി അടുത്ത വിഷയം, ഈ പറയപ്പെട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ വിഹിതത്തിന് അർഹരായവര് അടുത്ത് പറയുന്ന വിഹിതത്തിലാണ്. അതായത് 1/6, അതായത് 1/6. ഈ വിഹിതം കിട്ടുന്ന ആളുകളെയാണ് നാം ഇനി മനസ്സിലാക്കുന്നത്. അത് 7 ആളുകൾക്കാണ് കിട്ടുന്നത്. നാം മനസ്സിലാക്കിയിട്ടുണ്ട് 25 ആളുകളാണ് അനന്തരാവകാശത്തിന് അർഹപ്പെട്ടവര് എന്ന്. അതിന്റെ അർത്ഥം അവർ എല്ലാവരും ഒരേ സമയത്ത് ഒരുമിച്ച് അനന്തരം എടുക്കും എന്ന് അല്ല എന്ന് നാം പലതവണയായി നാം പറയുകയും മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് കിട്ടാൻ അവകാശമുണ്ട് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കി. എന്നാൽ ആ വിഭാഗത്തിൽ നിന്ന് 1/6 കിട്ടുന്ന ആളുകൾ 7 ആളുകളാണ്. ഫർദു സബ്അത്തിൻ എന്നാണ് കിതാബിന്റെ വ്യക്തമായ ഇബാറത്ത്. 7 ആളുകൾക്കാണ്. അതിൽ ഒന്നാമതായി എണ്ണി പറയുന്നത് അബിൻ, വാപ്പയാണ്. നമ്മുടെ വാപ്പാക്ക് കിട്ടുന്ന വിഹിതം അത് 1/6. അത് വാപ്പ ഫർദിന്റെ അഹ്ലുകാരനാണ്. അതുപോലെ തന്നെ വല്ലിപ്പാക്കും കിട്ടും. വജദ്ദിൻ എന്ന് പറഞ്ഞാൽ വല്ലിപ്പാക്കും ഏത് കിട്ടുന്നുണ്ട്? 1/6 കിട്ടുന്നു. അത് ലി മയ്യത്തിഹിമ ഫർഉൻ വാരിസുൻ എന്നാണ്. മയ്യത്തിന് ഫർഉം വാരിസ് ഉണ്ടെങ്കിൽ, മയ്യത്തിന് ഫർഉം വാരിസ് ഉണ്ടെങ്കിൽ ആ വാപ്പാക്കും വല്ലിപ്പാക്കും കിട്ടുന്നത് 1/6. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ മരിക്കുന്ന സമയത്ത് അവിടെ 4 ആൺമക്കളും 3 പെൺമക്കളും വാപ്പയും ഉണ്ട്, ഉമ്മയും ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അല്ല, വാപ്പയും ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് 2 പെൺമക്കള് 2 ആൺമക്കള് പിന്നെ വാപ്പയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ സ്ഥലത്ത് വാപ്പാക്ക് കിട്ടുന്ന വീതം 1/6. ഇനി മറ്റുള്ളവരത് എത്രയാണെന്ന് നമുക്ക് ഒന്നുകൂടി ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടമായിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ മനസ്സിലായി വാപ്പാന്റെ കൂടെ ആരുണ്ട്? ഫർഉം വാരിസ് എന്ന് പറഞ്ഞാൽ മക്കളുണ്ട്. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന വിഹിതം അത് 1/6. ഇനി വല്ലിപ്പാക്കും കിട്ടും എന്ന് വെച്ചാൽ വാപ്പ ഉണ്ടാവുമ്പോൾ വല്ലിപ്പാക്ക് കിട്ടും എന്നർത്ഥം അല്ല ഈ പറയുന്നത്. വല്ലിപ്പായും ഈ 1/6 അർഹനാണ്. പക്ഷെ എപ്പോ ഈ വല്ലിപ്പായും വാപ്പ മരിച്ചിട്ടുണ്ട്, പിന്നെ ശേഷിക്കുന്നത് വല്ലിപ്പ ഇരിക്കെ വാപ്പ മരിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് ഈ മയ്യത്തിന്റെ ആരാണോ മരിച്ചത്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആ മയ്യത്തിന് മക്കളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ വല്ലിപ്പാക്ക് കിട്ടുന്നത് എത്രയാണ്? വല്ലിപ്പാക്ക് കിട്ടുന്നത് 1/6. അങ്ങനെയാണ് അതിന്റെ മസല. അപ്പൊ 1/6 അർഹരായവരിൽ പെട്ടവരാണ് വാപ്പയും വല്ലിപ്പയും എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അത് എപ്പോഴാണ് കിട്ടുക? മയ്യത്തിന് ഫർഉം വാരിസ് ഉണ്ടാവുമ്പോൾ. മയ്യത്ത് അത് ആരാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ചിലപ്പോൾ മകളായിരിക്കും മരിച്ചിരിക്കുക. അപ്പോഴാണ് ആ മകൾക്ക് വല്ലിപ്പ ഉണ്ടാവാലോ, വാപ്പയും ഉണ്ടാവുക, ആ മകൾക്ക് മക്കളും ഉണ്ടാവുക. ഇനി മകനാണ് മരിച്ചത്, അപ്പൊ മകന്റെ വാപ്പുണ്ട്, ആ മകന്റെ മക്കളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വാപ്പാക്കും വല്ലിപ്പാക്കും കിട്ടുന്ന വിഹിതം എത്രയാണ്? 1/6. ഇനി ഇവർ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്നതിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട. അത് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ബോർഡ് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ആരൊക്കെ ഒഴിവാകും എന്നതും കൂടി പഠിക്കുമ്പോൾ നമുക്കത് നല്ല വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹു തആല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഇപ്പോൾ നമ്മൾ 2 പേരെയാണ് അതിൽ മനസ്സിലാക്കിയത്, ഫർഉം വാരിസും ഉണ്ടാകുമ്പോൾ. ഇനി ഉമ്മിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്കും 1/6 കിട്ടും. നമ്മൾ പഠിച്ചു ഉമ്മാക്ക് 1/3 ഉണ്ട്. അവിടെ ഒന്ന് പെട്ടെന്ന് ഓർക്കണം. ഉമ്മാക്ക് 1/3 കിട്ടുന്നത് മയ്യത്തിന് ഫർഉം വാരിസ് ഇല്ലാതിരിക്കണം, മക്കളില്ലാതിരിക്കണം.
സഹോദരി സഹോദരന്മാര് അത് വാപ്പത്തതായാലും വേണ്ട, ഉമ്മത്തായാലും വേണ്ട, ഉമ്മി വാപ്പി ഒത്തതായാലും വേണ്ടില്ല, രണ്ടോ രണ്ടിൽ കൂടുതൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ 1/3 എന്ന് പറഞ്ഞു. ഇവിടെ ആ പറഞ്ഞ കോപ്പി തിരിച്ചിട്ട് പറയാം. എന്റെ ഉസ്താദ് പറഞ്ഞമാര് ആ പാട്ട് തിരിച്ചിങ്ങോട്ട് പാടുക അറിയില്ല എന്ന പോലെ ആ പറഞ്ഞ കൂട്ടക്കാര് ഉണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാല് മയ്യത്തിന് ഈ പറയപ്പെട്ട മക്കളോ മക്കളായിട്ട് പിന്നെ മകന്റെ മക്കളൊക്കെ ആയിട്ടുള്ള ഫറൂം വാരിസ് ഉണ്ട്. അതേപോലെ സഹോദരി സഹോദരന്മാരിൽ നിന്ന് രണ്ടോ രണ്ടിൽ കൂടുതലോ ഒരു സമയത്ത് ഉണ്ടായെങ്കിൽ അവർക്ക് അപ്പോൾ ഉമ്മാക്ക് കിട്ടുന്നത് 1/6 എന്നർത്ഥം. അപ്പൊ ഒരാൾ മരിക്കുന്ന സമയത്ത് ഉമ്മ ഹയാത്തിലുണ്ട്, അപ്പൊ തന്നെ ഉപ്പയുണ്ട്, ഉണ്ടായിക്കോട്ടെ. അപ്പൊ ഇവർക്കൊക്കെ 1/6 വീതക്കാരാണ്. അപ്പൊ 1/6 ഉപ്പാക്കുണ്ടാവും, 1/6 ഉമ്മാക്കും ഉണ്ടാവും. പിന്നെ ആരുണ്ടവരെ കൂടെ മക്കളും ഉണ്ട്. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് എന്താക്കും, മക്കൾക്ക് ഇരട്ടി ബോധ്യമായിട്ട് ഓഹരി വെച്ച് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയാണ് അതിന്റെ മസല വരുന്നത്. അപ്പോ മരിച്ചത് മകനാവാം മകളാവാം. അപ്പോ ഉമ്മ ഹയാത്തിലുണ്ട്. ആ ഉമ്മാന്റെ കൂടെ ഈ മരിച്ച ആളുടെ മക്കളോ അല്ലെങ്കിൽ മരിച്ച ആളുടെ സഹോദരി സഹോദരന്മാരോ ആയിട്ട് കൂടെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഉമ്മാക്ക് കിട്ടുന്ന വിഹിതം അതെത്രയാണ്? 1/6. അപ്പൊ 1/6 കൂട്ടത്തിൽ ആരും വന്നു? വാപ്പ വന്നു, വല്ലിപ്പ വന്നു, ഉമ്മ വന്നു. പക്ഷെ ഇവരുടെ രീതിയിൽ നാം മനസ്സിലാക്കി എങ്ങനെയാണ് ഇവർക്ക് കിട്ടുക എന്നും നമ്മൾ പറഞ്ഞപ്പോ മയ്യത്തിന് ഫറൂം വാരിസ് ഉണ്ടാവുമ്പോഴാണ് വാപ്പാക്കും വല്ലിപ്പാക്കും 1/6. ഉമ്മാക്ക് കിട്ടുന്നത് ഫറൂം വാരിസും മക്കൾക്കുണ്ടായി, അതല്ലെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ സഹോദരി സഹോദരന്മാരായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉമ്മാക്ക് 1/6. അപ്പൊ വാപ്പാനെ വല്ലിപ്പാനെ ഉമ്മാനി പെണ്ണിക്കഴിഞ്ഞു. ഇനി കിട്ടുന്ന ആളെ ആ 1/6 വിഹിതത്തിൽ പെടുന്നത് വജദ്ദത്തിൻ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വല്ലിമ്മ. ആ വല്ലിമ്മ എന്ന് പറയുമ്പോ അവിടെ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അത് ഉപ്പാന്റെ ഉമ്മയും ആവാം, ഉമ്മാന്റെ ഉമ്മയും ആവാം. അവര് അങ്ങനെ ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മ അങ്ങനെ ഒരു മർത്തബാണ് പോയിട്ട് ഒരു 1000ാമത്തെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ആ ഉമ്മാക്കും കിട്ടും. ഒരേ ദറജയിൽ പോണം. ഉമ്മാന്റെ ഉമ്മ അങ്ങനെയാണ് പോകുമ്പോ ആ മർത്തബയിലുള്ളവർക്കൊക്കെ എത്ര മുകളിലേക്ക് പോയാലും കിട്ടും. അതേപോലെ തന്നെ വാപ്പാന്റെ ഉമ്മാക്കും കിട്ടും. വാപ്പാന്റെ ഉമ്മ, അപ്പൊ വാപ്പാന്റെ ഉമ്മാന്റെ അങ്ങനെ പോകുന്ന ആ മർത്തബ എത്ര മുകളിലോട്ട് പോയാലും അവർക്കൊക്കെ കിട്ടും എന്നാണ് ഈ പറയുന്നത്. അതൊന്നും ഉണ്ടായി എന്നുള്ള അർത്ഥമൊന്നും ഇപ്പോൾ ആരും മനസ്സിലാക്കണ്ട. അങ്ങനെ ലൗഫുറിള എന്ന് പറയും നമ്മളെ കിതാബിന്റെ ഭാഗത്തില് സാങ്കല്പികമായിട്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ ഒരു 10ാമത്തെ മർത്തബയിൽ നിൽക്കുന്ന ഒരു ഉമ്മ ഹയാത്തിലുണ്ട് എങ്കിലും തസ്ബീമാരെയും പിടിച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്കിൽ ദിക്റും സ്വലാത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പിന്നെ മകന്റെ ഈ പേരക്കുട്ടി മരണപ്പെട്ട് കഴിയുമ്പോൾ അതിനും മറ്റുള്ള അനന്തരാവകാശികൾ ഇല്ലാതെ വരികയൊക്കെ ആവുമ്പോൾ ഈ ഉമ്മാക്ക് അതിന് അനന്തരാവകാശത്തിന് അവകാശമുണ്ട് എന്നാണ് നമ്മുടെ ഫിഖ് നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോ ആ വാപ്പാന്റെ ഉമ്മാക്കും കിട്ടും 1/6, ഉമ്മാന്റെ ഉമ്മാക്കും 1/6 കിട്ടും. അപ്പൊ വല്യമ്മാക്ക് കിട്ടും. അത് ഒരേ മർത്തബയിൽ ഇങ്ങനെ മേലോട്ട് പോയാലും അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ പറഞ്ഞ ആളുകളെ, അതായത് അവരെ കൂടെ പിന്നെ മക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും കിട്ടും. മക്കള് ഉണ്ട്, ഫറൂം വാരിസ് ഉണ്ടാവാതിരിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല. വല്യമ്മക്ക് കിട്ടാൻ ഇതിനൊക്കെ ആവുക സ്വഭാവം കാരണം മാഹ വലതും അംലാന്നാണ്. ആ പറഞ്ഞ വല്യമാരെ കൂടെ മക്കൾ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ അവർക്ക് കിട്ടും. പക്ഷെ എന്റെ ഷർത്തുള്ളൂ, അവരുടെ ഇടയിൽ ഒരു ആണിനെ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ആണ് വന്നാൽ അവർക്ക് അനന്തരം കിട്ടുകയില്ല. അതിന് കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എവിടെ 25 ആളെ എണ്ണിയിട്ട് അതിനുശേഷം നമ്മൾ എണ്ണി ഒരു 11 ആൾക്കാര്. ആ 11 ആൾക്കാര് ദവിൽ അർഹാമിൽ പെട്ടതാണ്, അവർക്ക് അനന്തരം കിട്ടാൻ അവകാശമില്ലാത്തവരാണ് എന്നും ഇനി അവർക്ക് കിട്ടാവുന്ന ഒരു രീതിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് റിയടിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പൊ അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉമ്മാന്റെ ഉമ്മ അങ്ങനെ ഉമ്മാന്റെ ഉമ്മ എന്റെ ഉമ്മാന്റെ അങ്ങനെ പോണ ആ മർത്തബ കിട്ടുന്നതാണ്. വാപ്പാന്റെ ഉമ്മാന്റെ അങ്ങനെ പോണതും കിട്ടുന്നതാണ്. പക്ഷെ കിട്ടാതെ വരുന്നത് ഈ പറഞ്ഞ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഇടയിൽ ഒരു ആണ് വന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഉമ്മി അബി ഉമ്മിൻ, ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ. നമ്മുടെ ഉമ്മ ഉണ്ട്, ആ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ ഉണ്ട്, ഉമ്മാന്റെ വാപ്പയുമുണ്ട്, ആ വാപ്പാന്റെ ഉമ്മ. അപ്പൊ എന്തായി, ഈ രണ്ട് ഉമ്മാരുടെ ഇടയിൽ ഒരു ആണ് വന്നത് കൊണ്ട് അവര് അനന്തരാവകാശത്തിന് അർഹർ അല്ല. അല്ലാതെ ഉമ്മാന്റെ ഉമ്മ പിന്നെ ഉമ്മ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ആ മർത്തബയിൽ വരുന്ന എല്ലാ ആളുകൾക്കും കിട്ടാൻ അവകാശത്തിന് അർഹരാണ്. അവർ എപ്പോഴും കിട്ടും എന്നൊന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കണ്ട. അവർ കിട്ടാൻ അർഹരാണ് എന്നാണ് ഫിഖ്ഹിയായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
അപ്പൊ ഇടയിൽ വരായിരുന്നാൽ മതി എന്നാണ്. അപ്പോ ആ ഖറാബത്ത് എന്ന അടിസ്ഥാനത്തിൽ അവർക്ക് അനന്തരം കിട്ടുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ ദബറുൽ അർഹാമിൽപ്പെട്ടതാണ്. അത് നമ്മൾ മുമ്പ് എണ്ണിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അവരെയും മനസ്സിലായി. ഇനി 6 കിട്ടുന്ന ആളുകളിൽ പെട്ടത് വ ബിന്ദു ഇബിനിൻ എന്ന് പറയും. എന്ന് വെച്ചാൽ മകന്റെ മകള്. ഈ മകന്റെ മകള് ഫ അക്സറ എന്നാണ്. അതായത് ഒന്നിൽ അധികരിച്ചു വന്നു. മകന്റെ മകള് ഒന്നിൽ അധികരിച്ചു വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വിഹിതം 6 ഒരു മകള് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവൾക്ക് നിസ്ഫാണ്. ഇനി മകളില്ലാത്ത സ്ഥലത്ത് ഒരു മകന്റെ മകൾ വന്നാൽ ആ മകന്റെ മകൾക്ക് നിസ്ഫാണ് എന്ന് നമ്മൾ 1/2 എണ്ണിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്നത് ഒന്നിൽ കൂടുതൽ വരുന്ന മകന്റെ മകള്, അവർക്ക് കിട്ടുന്ന വിഹിതം എത്രയാണ്? 6 അതിനെ എപ്പോൾ കിട്ടുന്നു എന്നതും കൂടി മനസ്സിലാക്കണം. മകനുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടൂല. ഇനി ഈ പറഞ്ഞ മകന്റെ മകള് വന്നത് മകളോട് കൂടെ വന്നു. മകളും ഉണ്ട്, മകന്റെ മകള് ഒന്നിൽ കൂടുതലും ഉണ്ട്. അങ്ങനെ വന്നു. ഒരു മകന്റെ മകളും ഉണ്ട്, ഒരു മകളുമുണ്ട്. ഒരാൾ മരണപ്പെടുമ്പോൾ മകൾ ഒന്നേ ഉള്ളൂ. പിന്നുള്ളത് ആരാണ്? മകന്റെ മകളാണ്. അത് എത്രയുണ്ട്? അത് ഒന്നിൽ കൂടുതലുണ്ട്. അങ്ങനെ വന്നു. അങ്ങനെ വന്നാൽ അവൾക്ക് കിട്ടുന്ന വിഹിതം എത്രയാണ്? 6 ഇനി ഈ മകന്റെ മകള് തന്നെ അതിനി മർത്തബ മാറിവരും. അതായത് ഒരാൾ മരിക്കുമ്പോൾ നേരെ ഉള്ളത് ആരാണ്? മകളില്ല, മകന്റെ മകളുണ്ട്. ആ മകന്റെ മകള് അവിടെ നിൽക്കുമ്പോൾ അവൾക്ക് 1/2 കൊടുക്കും. പിന്നെ നോക്കുമ്പോൾ അവിടെ കിട്ടുന്നതാണ് മകന്റെ മകളാണ്. അപ്പൊ അവൾക്ക് എത്ര കിട്ടുക? അവർക്ക് 6 കിട്ടുക. ഇനി ഉള്ളത് ഏതാണ്? ഈ മകന്റെ മകളില്ല, ഒരാൾ മരിക്കുമ്പോൾ മകന്റെ മകൾ 1 മാത്രം ബാക്കിയാണ്. അങ്ങനെ വരുമ്പോ ആ മകന്റെ മകൾക്ക് 1/2 കൊടുക്കും. പിന്നുള്ളത് ആരാണ്? മകന്റെ മകളാണ്. അപ്പൊ അങ്ങനെ ആ ഭർത്താവ് ഇങ്ങനെ കീഴ്പോട്ട് വരുന്ന ആ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് 6 കിട്ടാൻ അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കി. കുറച്ച് പ്രയാസമുണ്ട് തോന്നുന്നില്ലേ? ഒന്ന് റീ അടിച്ചിട്ട് വീണ്ടും കേൾക്കുമ്പോൾ അതങ്ങ് മനസ്സിലാവും. ഞാനത് അത്ര സാവധാനം പറയുന്നത്. അപ്പൊ ആ മകന്റെ മകൾക്കാണ് കിട്ടുന്നത്. ആ മകന്റെ മകളെക്കുള്ള നോക്കിയിട്ട് ഈ മകളെക്കുള്ള നോക്കിയിട്ട് ആ മകന്റെ മകൾക്ക് 6 കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി വ ഉഖ്തിം ഫ അക്സറ ലി അബിൻ എന്ന് വെച്ചാല് വാപ്പൊത്ത സഹോദരിമാര്. ഞാൻ പറഞ്ഞു വാപ്പയിലെ ഒത്തിട്ടുള്ള ഉമ്മ 2. അപ്പൊ അങ്ങനെ വരുന്ന സഹോദരിമാര് ഒന്നിൽ കൂടുതൽ വന്നു. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 2 കൂടുതലോ ആണെങ്കിൽ അവർക്ക് 3/2 കിട്ടും എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. പിന്നെ 1 അവർക്ക് 2/1 പറഞ്ഞു. ഇനി ഇതിൽ കൂടുതലായിട്ട് വരികയാണ് എങ്കിൽ വന്നു, 1 കൂടുതൽ വന്നു. പക്ഷെ അത് ആരോട് കൂടെയാണ് വന്നത്? മയ ഉഖ്തിൽ അബുബൈനി, ഉമ്മയും വാപ്പയും മൊത്ത സഹോദരി ഉണ്ട്. അതോടൊപ്പം അവരോടൊപ്പം ആര് വന്നു? വാപ്പത്തെ സഹോദരി 1 കൂടുതൽ വന്നാൽ ആ വന്ന വാപ്പത്തെ സഹോദരിമാരുടെ കൂട്ടത്തിന് കൊടുക്കുന്ന വിഹിതം എത്രയാണ്? 6/1. പിന്നെ 6/1 കിട്ടുന്ന ആള് വാഹിദിൻ വലതി ഉമ്മിൻ, ഉമ്മാന്റെ മക്കളിൽ നിന്ന് ഒരാൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്തെ സഹോദരൻ അല്ലെ സഹോദരി, അത് ആണായിട്ടും പെണ്ണായിട്ടും വരാം. ഇങ്ങനെ വരുന്ന ആ ഒരു സഹോദരിക്ക് അല്ലെ സഹോദരന് കിട്ടുന്ന വിഹിതവും 6/1 എന്ന് ഫിഖ് പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് 6 വരുമ്പോൾ 6 ഒഴിവാകും, 6 കൊണ്ട് 6 ഹജബയാവും എന്ന വിഷയം പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ ഉണ്ടായാലും കിട്ടുന്നതും കിട്ടാത്തതുമായ വിഷയം നമുക്ക് അവിടെ നിന്ന് തിരിയും. ഇപ്പോൾ ഇവർക്ക് ഇത്ര കിട്ടാൻ അവകാശമുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ 7 വിഭാഗത്തിന് നമ്മൾ പറഞ്ഞു. ഈ പറയപ്പെട്ട ആളുകളാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന വിഹിതം ആളുകൾ. അതായത് 3/2, 2/1, പിന്നെ 4/1, 8/1, 6/1, പിന്നെ ഈ പറയപ്പെട്ട വിഭാഗങ്ങളാണെന്ന് നമ്മൾക്കിപ്പോൾ മനസ്സിലായി. ഇനി ഇതിൽ പെടാത്ത ഖുർആനിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ള ഒരു വിഷയം നമുക്ക് നാളെ പറയാനുണ്ട്. അത് കുറച്ചും കൂടി ഇന്നത്തെ ഈ വിഷയത്തോട് അനുബന്ധിച്ച് നോക്കുമ്പോൾ ലേശം പ്രയാസം ഉണ്ടാവും. പക്ഷെ നമുക്കത് ഉദാഹരണ സഹിതം പറയാം. എല്ലാവരും അതിലേക്ക് വളരെ ശ്രദ്ധിക്കുക എന്ന് ഇപ്പോൾ ഉണർത്തുന്നു. അത് ഖുർആനിൽ പെടാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്ത വിഷയത്തെക്കുറിച്ചും ലോകത്ത് നമുക്ക് വന്ന എല്ലാ മദ്ഹബിന്റെ ഇമാമികളും ഐക്യകണ്ഠേന സ്വീകരിച്ചതുമായ ഒരു വിഷയമാണ്. ഖുർആനിലോട്ടില്ലതാനും. അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോൾ കുറെ ആളുകളുടെ ആശയാദർശങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവുകയും ചെയ്യും. ഈ വിഷയം പഠിക്കുമ്പോൾ ഖുർആനിനെ കിട്ടുമോ ഹദീസിനെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓടിച്ചാട്ടത്തിനുള്ള അടിത്തറ ഇല്ലാതെ പോകും. ഇത് നിഷേധിക്കാൻ ആർക്കും കഴിയുമേയില്ല. ഇങ്ങനെ ഒരു കോലം വരുന്നത് നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അത് സുലുസുൽ ബാഖി എന്നതാണ്. അത് നാളെ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് 13 നിന്ന് 4 ആണുങ്ങൾ ഫർദിന്റെ അഹലുകാരായിട്ട് വരുന്നുണ്ട്. അതിൽ വാപ്പയും വല്ലിപ്പയും ചില സമയങ്ങളിൽ അസബാക്കാരായിട്ടും വരും. ചിലപ്പോൾ ഇത് രണ്ട് രീതിയും അവരിൽ ഒരുമിച്ച് കൂടാനും സാധ്യതയുണ്ട്. ഏത് ഫർദായിട്ടും അസബായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സാധ്യതകളും കൂട്ടത്തിൽ വരാം എന്ന് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ പറയുന്ന 9 ആളുകൾ, 13-ൽ 9, അതായത് അത് പെണ്ണുങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. അതിൽ ഒന്ന് ആരന്നെ ഉമ്മ, രണ്ട് വല്യന്മാര്, ഉമ്മാന്റെ ഉമ്മയും ഉപ്പാന്റെ ഉമ്മയും, ഇവരൊക്കെ ഫർദ് മാത്രം കിട്ടുന്നവരാ. പിന്നെ സൗജത്ത് ഭാര്യ, പിന്നെ ഉമ്മ ഒത്ത സഹോദരി, പിന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ആ നിസ്ഫ് കിട്ടുന്നു എന്ന് പറഞ്ഞ ആൾക്കാര്, പകുതി കിട്ടുന്നു എന്ന് പറഞ്ഞ നിസ്ഫിൽ നമ്മൾ എണ്ണിയ ആൾക്കാര്, അവര് 4 ആൾക്കാരുണ്ട്. ആ 4 ആൾക്കാരും ഇതും കൂടി കൂട്ടുമ്പോൾ എത്രയായിട്ടുണ്ട്? ഏകദേശം 9 ആൾക്കാരായി. അപ്പൊ ഇവർക്ക് കിട്ടുന്നതൊക്കെ എന്താണ്? ഫർദാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ എന്തിനാണ് ചുരുക്കി പറഞ്ഞതറിയോ? ഈ വിഷയം ഇപ്പോൾ നമുക്ക് 13 ഫർദ്. ആ ഫർദില് 4 ആൾക്കാർ ആണുങ്ങള് പിന്നെ ഫർദായിട്ട് വരുന്നു. അതിൽപ്പെട്ട വാപ്പയും വല്ലിപ്പാക്കും തഹസീബും വരും, ചിലപ്പോൾ രണ്ടു കൂടി ഒരുമിച്ചും വരും. അതിൽപ്പെട്ട 9 ആളുകള് പിന്നെ ഫർദ് കിട്ടുന്ന നിസ്ഫ് കിട്ടുന്ന ആളുകളും അതിന്റെ കൂടെ നമ്മൾ എണ്ണിയതായ ഉമ്മ, പിന്നെ സൗജത്ത്, പിന്നെ ഉമ്മത്തെ സഹോദരി, ഈ എണ്ണിയ ഇവരും കൂടി കൂട്ടുമ്പോൾ 9 ആളുകൾ, ഇവർക്ക് ഫർദ് മാത്രമാണ് ഉള്ളത് എന്ന് മൊത്തത്തിൽ നമുക്കിപ്പോൾ മനസ്സിലായി. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതിൽ നിന്ന് പിന്നെ ആ വീതങ്ങളെ കുറിച്ചും ആ വീതം കിട്ടുന്ന ആളുകളെ കുറിച്ചും അതിന്റെ ഒരു രത്ന ചുരുക്കവും നാം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൽ ഒരു വിഷയം, ഒരു ഭാഗം, അതായത് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ ഒരു പാരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്തത് തന്നെയാണ്, അതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷെ നേരെ വ്യക്തമായിട്ട് അങ്ങനെ ഒരു വീതം ഖുർആനിലില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വീതം നമ്മൾ പിന്നെ ഇതിൽ വരുന്നുണ്ട് ഫറായിദിൽ, അതായത് തൗരീസിൽ, അതായത് അനന്തരാവകാശം വിഹിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു രീതി വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് കോലത്തിലാണെങ്കിലും ആണിന് ഈ കൂടുതൽ കിട്ടുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക നമ്മുടെ ഫറായിദ് വീതിക്കുമ്പോൾ, അതായത് സ്വത്ത് ഓഹരി ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇപ്പോൾ പറയുന്ന ഞാൻ ഈ പറയാൻ പോകുന്ന അതില് ഒരു പുതിയ ഒരു രീതി സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഫറായിദിനെ ഫിഖ്ഹ് മസ്അലയിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അത് തന്നെ അങ്ങനെ പറയാൻ കാരണം പരിശുദ്ധ ഖുർആന്റെ കലാമിനോടുള്ള അദബിനെ സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് നമ്മുടെ ഫിഖ് വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അതായത് നമുക്ക് അറിയാം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുലുസു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മാക്ക് സുലുസ് 3/1 എന്ന് പറഞ്ഞ ഒരു വാക്ക് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ വാക്കിനോട് യോജിച്ചുകൊണ്ടുള്ള ഒരു പിന്നെ മസ്അല ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് സുലുസുൽ ബാഖി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. വാസ്തവത്തിൽ ഉമ്മാക്ക് കിട്ടുന്ന വീതം ഒരു രീതിയിൽ സുദുസാണെന്നും ഒരു രീതിയിൽ റുബ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6/1, 4/1 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കോലം എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, അത് പിന്നെ മസ്അലയില്, അതായത് സുലുസുൽ ബാഖി എന്ന് പറയുന്ന മസ്അലയില് ഇത് വരുന്നത് പിന്നെ സൗജത്ത് ഭാര്യ ഭർത്താക്കളുടെ വീതം കഴിച്ചിട്ട് കിട്ടുന്നതിൽ നിന്ന് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ളത്, നമ്മളിപ്പോ 5 or 6 അനന്തരാവകാശികൾ വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്വത്ത് ഓഹരി ചെയ്യുന്നത് ഉള്ള അസ്ല് മാലി എന്ന് പറയും. അത് ഉള്ള സ്വത്തിനെ മൊത്തത്തിൽ കണക്കൂട്ടിയിട്ട് ആ കണക്കൂട്ടുന്ന ഒരാൾക്ക് 3/1 ഒരാൾക്ക് 4/1 ഒരാൾക്ക് 6/1 ഇങ്ങനെ വന്നാലും ആ സ്വത്തിനെ മൊത്തത്തിലൊരു കണക്ക് വെച്ചിട്ട് അത് 6 ഓഹരി വെച്ചിട്ട് ആ 6/1 നിന്ന് തന്നെയാണ് ഈ 4/1, 3/1, 2/1 ഒക്കെ എടുക്കുന്നത് എന്നർത്ഥം. എന്നല്ലാതെ 6/1 പിരിച്ചു വിട്ടിട്ട് പിന്നെ ബാക്കി ഉള്ളതിൽ നിന്ന് 4/1 എടുക്കുകയോ 2/1 എടുക്കുകയോ 3/1 എടുക്കുകയോ അല്ല. അങ്ങനെ എടുക്കുമ്പോൾ കണക്ക് പേക്കും ശരിക്കുള്ള ഒരു പിന്നെ വീതം ആവുകയും ചെയ്യില്ല. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറയാം. അതായത് നമ്മൾ ഇപ്പോൾ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് 2/1 കിട്ടുന്ന ആളുകളുണ്ടാവും, 3/1 കിട്ടുന്ന ആളുകളുണ്ടാവും, 6/1 കിട്ടുന്ന ആളുകളുണ്ടാവും. അപ്പോ ഇവിടെ എന്തിനെ ചെയ്യാൻ പറ്റൂ? സ്വത്തിനെ ആകെ 6 ഓഹരി വെച്ചിട്ട് ആ 6 ഓഹരിയിൽ നിന്ന് ഒരു ഓഹരി കിട്ടുന്ന ആൾക്ക് ഒരു ഓഹരി കൊടുത്തു. പിന്നെ 3/1 കിട്ടുന്ന ആൾക്ക് ഈ 6 ഓഹരി വെച്ചതിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്, അതിൽ നിന്ന് തന്നെയാണ് 2/1 കൊടുക്കേണ്ടത്. അപ്പോഴെന്ത് വന്നുപോയി? എല്ലാം ഒരു മാലിൽ നിന്നും പൊട്ടിക്കാതെ പിന്നെ കഷ്ണം വെക്കാതെ നേരെ സഹീഹായ രീതിയിൽ ഒരു അതത് ഒരു കണക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെയാണ് ചെയ്യേണ്ടതും. അല്ലാതെ ഒരു വീതം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉള്ളതിൽ നിന്ന് വീതിക്കുന്ന രീതി അല്ല ഫറായിദിൽ യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വീതത്തിൽ അങ്ങനെയാണ് വരുന്നത്. ഏത്? ആദ്യത്തെ ഒരു വീതം കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതിന് എടുക്കുന്ന ഒരു രീതിയാണ് വരുന്നത്. അത് ഇങ്ങനത്തെ ഒരു
രീതിയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വളരെ അധികരിച്ചോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വരുന്ന ഒരു രീതി അല്ല. ഇങ്ങനത്തെ ഈ രണ്ട് രീതി പറയുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ഞാൻ പറയാം, ആ രണ്ട് രീതിയിൽ മാത്രമേ ഇങ്ങനെ ഒരു ഓഹരിയുടെ രീതി വരികയുള്ളൂ. അവിടെ സുലുസുൽ ബാഖി എന്നാണ്. ആ സുലുസുൽ ബാഖി എന്ന ഒരു ഇബാറത്ത് പരിശുദ്ധ ഖുർആൻ ഇല്ലതാണ്. പക്ഷെ ഭൂലോകത്ത് വന്ന എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും അത് അംഗീകരിച്ചതുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള കഴിവും പക്വതയും ബുദ്ധിയും ശക്തിയും വിവേകവും ഉള്ളവരാരാണ്? മദ്ഹബിന്റെ ഇമാമികളാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് മദ്ഹബിന്റെ പിന്നാലെ പോവാതെ യാതൊരു കാരണവശാലും ഇവിടെ ശരീഅത്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന സത്യം ഈ ഒരു മസ്അലയിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠവും കിട്ടുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ഞാൻ ആ വിഷയം ഒന്ന് പറയാം. അപ്പൊ സുലുസു ബാക്കിൻ എന്ന് പറഞ്ഞ അതായത് ബാക്കി ഉള്ളതിന്റെ മൂന്നിലൊന്നെന്ന് അപ്പൊ പറഞ്ഞത് അതാണ് സുലുസുൽ ബാക്കി എന്ന് പറഞ്ഞ വാക്കിന്റെ നേരെ അർത്ഥം. അതായത് ആദ്യം ആർക്കും ഒരു വീതം കൊടുത്തിട്ട് പിന്നെ അവശേഷിക്കുന്നതിന് 3 ഓഹരി വെച്ചിൽ ഒരു ഓഹരി എന്നാണ് ഇപ്പൊ പറയുന്നത്. അത്രേ ഉള്ളൂ, ബേജാറാവാനുള്ള വിഷയമൊന്നുമില്ല. പക്ഷെ വിഷയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് മാത്രം. അത് ബാദ ഫർദ് സൗജി അബി സൗജത്തി, ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവരുടെ വീതം കഴിഞ്ഞതിന് ശേഷം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആർക്കാണ് ഈ സുലുസുൽ ബാക്കി കിട്ടുന്നില്ല? ഉമ്മിൻ, ഉമ്മാക്ക് സുലുസുൽ ബാക്കി എന്ന ഒരു രീതി വരാം. ഉമ്മാക്ക് നമ്മൾ 2 വീതം പറഞ്ഞിട്ടുണ്ട്, 6 പറഞ്ഞിട്ടുണ്ട്, 4 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഉമ്മാക്ക് സുലുസുൽ ബാക്കി എന്ന് പറഞ്ഞ ഒരു വീതം കിട്ടാവുന്ന ഒരു രീതി വരാം. ആ വരുന്ന കോലം നമുക്ക് വിശദീകരിക്കാൻ പറയാം. എപ്പോഴാണ് മാ അഹദ് സൗജേനി, ഭാര്യയോ ഭർത്താവോ രണ്ടിലൊരാളുണ്ട്, പിന്നെ ആരുണ്ട്? വാപ്പിണ്ട്. അപ്പോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതിന്റെ കൂടെ ആരുണ്ട്? വാപ്പയുണ്ട്, അവിടെ ഉമ്മയുണ്ട്. ഇങ്ങനെ വരുന്ന കോലത്തില് ഏത് ഉമ്മാക്ക് സുലുസുൽ ബാക്കി എന്ന മസ്അലയാണ് വരുന്നത് പറഞ്ഞ. പിന്നെ ഏതല്ല? ലാ സുലുസുൽ ജമീ, മൊത്തം സ്വത്തിന്റെ 1/3. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയതും അങ്ങനെയാണ് ചെയ്യേണ്ടതും. അതാണ് ഫറായിദിന്റെ നിയമവും. ഇത് മൊത്തം സ്വത്തിൽ നിന്നാണ് എല്ലാവർക്കും വിഹിതങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷെ ഈ ഒരു പ്രത്യേക രീതിയിൽ മാത്രം മൊത്തം സ്വത്തിൽ നിന്ന് അല്ല, മറിച്ച് അവരുടെ ഒരു വിഹിതം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതിൽ നിന്നാണ് 1/3 എടുക്കുന്നത് എന്നതർത്ഥം. അതെന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ ലിയഖുദൽ അബു മിസ്ലൈ മാ തഖുദുൽ ഉമ്മു എന്നാണ്. ഉമ്മാക്ക് കിട്ടിയതിന്റെ ഇരട്ടി ആർക്ക് കിട്ടണം? വാപ്പാക്ക് കിട്ടണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ദക്കരി മിസ്ലു ഹദൽ ഹുസൈൻ. ഈ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഫുഖഹാവും മദ്ഹബിന്റെ ഇമാമികളും ഈ വിഷയത്തെ വളരെയധികം അമീഖായി മനസ്സിലാക്കിയിട്ടുള്ള മസ്അല നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന്. ഇതിന് സഹാബത്തിന്റെ കാലത്ത് നടന്നൊരു മസ്അല ഇതിന് തെളിവുണ്ട്. അത് നമുക്ക് നമ്മുടെ കിതാബിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഫൈൻകാനത്ത്, അപ്പൊ നോക്കുക, ഫൈൻകാനത്തി ഉമ്മ വന്നു മാ സൗജിൻ വ അബിൻ. നോക്കണം, അപ്പൊ ഉമ്മയുണ്ട്, ഭർത്താവും ഉണ്ട്, വാപ്പയുണ്ട്. ഇപ്പൊ കാര്യം മനസ്സിലായി നമുക്ക്. ഉമ്മയും വന്നു, വാപ്പയും വന്നു, സൗജും വന്നു, ഇങ്ങനെ 3 ആൾക്കാർ വന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ ഇവിടെ മസ്അല നമ്മൾ ഓഹരി വെക്കുന്നത് എങ്ങനെയാണ്? സൗജാണെങ്കിൽ സൗജിന്റെ കൂടെ ഫറവും വാരിസ് ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൗജിന് എത്രയാണ്? 1/2 ആണ്, നിസ്ഫാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണക്ക് കിട്ടിപ്പോ നമുക്ക് ഭർത്താവിന്റെ കൂടെ ആരില്ല, ഫറവും വാരിസ് ഇല്ലെങ്കിൽ ആ ഭർത്താവിന് കിട്ടുന്ന വിഹിതം എത്രയാണ്? 1/2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നിസ്ഫ്, പകുതി, ഹാഫാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്വത്തിന് എങ്ങനെ ഓഹരി വെക്കണം? ഭർത്താവുണ്ട്, വാപ്പയുണ്ട്, പിന്നെ ആരുണ്ട്? ഉമ്മയുണ്ട്. അപ്പൊ മനസ്സിലായി, വാപ്പ എന്ന് പറയുന്ന ആൾക്ക് എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഫറവും എങ്ങനെ വരുമ്പോ 6/1. അപ്പോ ഇവിടെ എന്ത് ചെയ്യാം? ഉമ്മാക്കും ഈ ഇങ്ങനെ നമ്മുടെ പ്രഥമ ദൃഷ്ടിയ ഇവിടെ 6/1 എന്ന് പറയേണ്ടി വരുന്ന ഒരു രീതിയാണെങ്കിലും വാപ്പാക്ക് ഈ ഇങ്ങനെ വരുന്ന ഒരു കോലത്തിൽ ഇരട്ടി കൊടുക്കണമെന്ന രീതിയാണ് ശരീഅത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പോകുന്ന രീതി എങ്ങനെയാണെന്ന് അറിയുമോ? വാപ്പ, ഉമ്മ, ഭർത്താവ്. അപ്പോ സ്വത്തിന് 6 ഓഹരിയാണ് വെക്കും. 6 ഏതെന്താ 6 ഓഹരി വെക്കാൻ കാരണം? ഇവിടെ ഏറ്റവും വലിയ വീതം കിട്ടുന്ന ആളാരാണ്? പിന്നെ 6/1 വാപ്പയാണ്. അപ്പൊ വാപ്പാന്റെ ഓഹരിയെ കണക്കിലെടുത്തിട്ട് 6 ഓഹരി വെച്ചു എന്ന് വെച്ചാൽ 6000 രൂപ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ വന്നാൽ ഇവിടെ ഫൽ മസ്അലത്തു മിന സിത്തത്തി എന്ന് പറഞ്ഞതിന് ഉദ്ദേശം 6ലാണ് ഓഹരി വെക്കുക. അങ്ങനെ വരുമ്പോ 6 ഓഹരി വെച്ച് കഴിഞ്ഞാൽ 6000 ഉറുപ്പി ഉണ്ടെങ്കിൽ 3000 രൂപ ആർക്ക് കൊടുക്കുന്നു? നമ്മൾ ആർക്ക് കൊടുക്കുന്നു? പിന്നെ സൗജിന് കൊടുക്കുന്നു. അപ്പൊ പകുതിയായി. അപ്പോ വലിൽ വാപ്പാക്ക് എത്ര കൊടുക്കുന്നു? വാപ്പാക്ക് 2000 കൊടുക്കുന്നു. ഉമ്മാക്കോ? ഉമ്മാക്ക് 1000 ഉറുപ്പിയും കൊടുക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ കോലം. അപ്പോ ഈ 3 കൊടുത്തിട്ട്, അതായത് 3000, 6ൽ നിന്ന് 3000 അങ്ങോട്ട് കൊടുത്താൽ പിന്നെ ബാക്കി 3ആണുള്ളത്. ഈ 3ൽ നിന്നാണ് എത്ര കൊടുക്കുന്നത്? 1000 രൂപ ഉമ്മാക്ക് കൊടുക്കും, 2000 രൂപ വാപ്പ എടുത്തു. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? വാപ്പാക്ക് ഉമ്മാന്റെ ഇരട്ടി കിട്ടി. മനസ്സിലായല്ലോ. ഇതിപ്പോ ഉമ്മ ഭർത്താവിന്റെ കൂടെ വന്നപ്പോ ഇനി ഉമ്മ ആരെ കൂടെ വരാം?
ഭാര്യയുടെ കൂടെ വരാം. ഭാര്യയുടെ കൂടെ വരാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാര്യക്ക് കിട്ടുന്നത് ഫർഉം വാരിസ് ഇല്ലെങ്കിൽ 4/1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്വത്ത് എങ്ങനെ ഊരിയേക്കാം? അപ്പോ ഇവിടെ പിന്നെ ഭാര്യ ഉണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഇങ്ങനെ വരുമ്പോ സ്വത്തിന് 4 ഓഹരി വെച്ചു. ആ 4ൽ നിന്ന് ഒരു ഓഹരി, 4/1 എന്നുള്ള ആ 4 ഒരു ഓഹരി ആർക്ക് കൊടുക്കും? ഭാര്യക്ക് കൊടുക്കും. അപ്പൊ 4000 ഉറുപ്പിയിൽ നിന്ന് 1000 ഉറുപ്പി ഭാര്യക്ക് കൊടുത്തു. പിന്നെ 1000 ഉറുപ്പി ആർക്കും കൊടുക്കും? ഉമ്മാക്കും കൊടുത്തു. അപ്പൊ 2000 കഴിഞ്ഞു. പിന്നെ വാപ്പാക്ക് 2000 കൊടുത്തു. ഇപ്പോഴും ഈ വർഷത്തിൽ എന്ത് കിട്ടി? വാപ്പാക്ക് ഉമ്മാന്റെ ഇരട്ടി കിട്ടി. അതാണ്. അപ്പോ ഉമ്മ എന്ന് പറയുന്ന ആള് ഭർത്താവിന്റെയോ ഭാര്യയുടെയോ കൂടെ വരുന്നു, അതോടൊപ്പം അവിടെ വാപ്പയും ഉണ്ടായി. ഇങ്ങനെ വരുന്ന മസ്അലയിൽ സുലുസുൽ ബാഖി എന്ന വീതമാണ് ഉമ്മാക്ക് കിട്ടുക എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞു വന്നത്. ഇത് നമ്മൾ 6ൽ എണ്ണിയിട്ടില്ല, അതിന്റെ പുറത്തുള്ള ഒരു മസ്അലയാണ്. ഇങ്ങനെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന രീതി ഇങ്ങനെയാണ്. പിന്നെ ഭർത്താവിന്റെ കൂടെ വന്നാൽ 6 ഓഹരി വെക്കുന്നു, ഭാര്യയുടെ കൂടെ വന്നാൽ 4 ഓഹരി വെക്കുന്നു. എന്നിട്ട് അവിടെ ഓഹരി ചെയ്ത് കൊടുക്കുമ്പോ ഈ ഉപ്പാക്ക് ഉമ്മാന്റെ ഇരട്ടി കിട്ടണം എന്ന ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള ഓഹരി വീതം ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും സ്ഥലം പിടിച്ചിരിക്കുന്നു. അപ്പൊ ആ മസ്അലയാണ് ഇവിടെ ലാസ്റ്റ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ മസ്അലകളിൽ നിന്നെല്ലാം മൊത്തത്തിൽ 25 ആളാണ് കിട്ടാനുള്ളത് എന്നും അതിൽ 11 പേര് ദവിൽ അർഹാം ആണെന്നും ആ 25 ആൾക്ക് കിട്ടുന്ന വീതങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഇപ്പോ ഒരു ഭാഗം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ ഏകദേശം വളരെ ചുരുങ്ങിയ തോതിൽ ഒരു ഭാഗം നമ്മൾ അവസാനിച്ചു. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഹജബ എന്ന് പറയും. അത് ആരുണ്ടെങ്കിൽ ആർക്ക് കിട്ടില്ല എന്നാണ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹി തൗഫീഖ് വൽ ആന അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്. നമ്മൾ ഫറായിദിന്റെ മസലയുടെ ഒരു ഭാഗം കവർ ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി വന്നത്, പലവരും പല ഭാഗത്തുനിന്നും പിഎമ്മിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കാര്യം ഇതിനെ കുറിച്ചൊക്കെ. പല നല്ല നല്ല അഭിപ്രായങ്ങളാണ്. ഇത് കേട്ടാൽ പോരാ, എഴുതി വെച്ച് പഠിക്കണം. അതുപോലെ ചിലവര് കുറച്ച് അങ്ങനെ അതങ്ങനെ ടഫായി വരുന്നുണ്ടോ, അതൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ബുക്ക് പഠിക്കണ പോലെയല്ലല്ലോ 10 ബുക്ക് പഠിക്കുമ്പോ. എന്നപോലെ ഇതില് കുറച്ച് ഇതുണ്ടാവും. പക്ഷെ വാസ്തവത്തില് ഞാന് പിന്നെ അറബി പദങ്ങള് കഴിവതും ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. മലയാളത്തിൽ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ എനിക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ അറബിയിൽ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ഒന്നും കൂടി ഒരു ഇത് കിട്ടും. പക്ഷെ അതൊക്കെ മാറ്റിവെക്കുന്നത് നമ്മൾ എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കുറച്ച് പിന്നെ കട്ടിയുള്ള വിഷയമാണ്. എന്നാലും നമുക്ക് ജീവിതത്തിൽ പകർത്തുന്ന നിർബന്ധമായ ഒരു വിഷയമാണ്. അപ്പോ നമ്മൾ നല്ലൊരു ഒരുക്കമാണല്ലോ ഉണ്ടായത്. നമ്മുടെ അഡ്മിന്മാരൊക്കെ അതില് വളരെ ഉത്സാഹത്തോടു കൂടെ വന്നതാണ്. അപ്പോ നമുക്കത് മുന്നോട്ട് തന്നെ പോകാം. പിന്നെ എല്ലാവരും കിട്ടുന്നത് ഇതിന്റെ ഒരു ഭാഗവും കളയാതെ സൂക്ഷിച്ചെടുത്തു വെച്ചിട്ട് ഒന്നുകിൽ ആവർത്തിച്ച് കേൾക്കുമ്പോ ചിലപ്പോ ഫിക്ര അങ്ങോട്ട് പോകും. അപ്പൊ ഇന്ന് സൗദിയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞ പോലെ ഒന്ന് എഴുതി വെക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞു. എനിക്കിപ്പോ ടൈം എല്ലാവർക്കും ഉണ്ടാവുമെന്നൊന്നും ഇപ്പോ അറിയാൻ പറ്റുന്നില്ല. എന്നാലും ഈ റെക്കോർഡ് അവിടെ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ എന്താവാ മറ്റുള്ള ഇതിന്നൊക്കെ മാറിയിട്ട് ഇതുമൊക്കെയാണ് ചെലവഴിക്കുക. വാർത്തകളും മറ്റേ ഇതുപോലെ ഇനിയിപ്പോ ഇലക്ഷൻ ന്യൂസുകളൊക്കെ വരാം. അതെങ്ങനെയാണെങ്കിലും ആരാണ് ലാസ്റ്റ് ജയിച്ചു നമുക്കറിയും. ടൈം കടന്ന് കിട്ടി പറഞ്ഞ് ടൈം വരണ്ടേ. നമ്മളിപ്പോ ഫറായിഹ് ഒന്ന് പിടിച്ചു പോകുന്നത് നമുക്ക് എപ്പോഴും ഉപകരിക്കുമല്ലോ, നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഒക്കെ. പിന്നെ അയൽവാസി ആർക്കും വേണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ടഫായി നിന്നും വരുത്തി ആരും ഒരു ബുദ്ധിമുട്ടണ്ട. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ഒന്നുകൂടി മനസ്സിലാവും. ഞാൻ ലളിതമായി തന്നെ പറയണം. ഇപ്പൊ ഇന്നത്തെ വിഷയമൊക്കെ എന്ന് പറഞ്ഞാല് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെയുള്ള വരുന്ന സ്ഥലങ്ങളിലൊന്നും ചിലപ്പോൾ പിന്നെ അവ്യക്തമായി അറിയാതെ ഓഹരിയിലൊക്കെ മാറിപ്പോയി. പിന്നെ മാത്രമല്ല, ഈ ഓഹരി ക്ലിയർ ആയിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ കുടുംബവും പരമ്പരാഗതമായിട്ട് അതൊരു ഹറാമ് ഭക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളും അതിന്റെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ കുറച്ച് നമ്മൾ നമ്മുടെ പരമ്പരയും നന്നായി എന്നതുകൊണ്ടാവൂല. നമ്മൾ കേട്ടില്ല, നാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ പണക്കാരായിരിക്കും, വലിയ വലിയ പണക്കാര്. പിന്നെ കാണാൻ അവരുടെ തലമുറ കണ്ട് വരുന്ന സമയത്ത് അത് മുഴുവനും ജയിലേ പോയി എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരും മുൻകാലങ്ങളിൽ അത് ഓഹരി വെച്ച് എടുത്തതിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ അതിന്റെ ആ ഒരു പിന്നെ
പണിഷ്മെന്റ് കിട്ടിയത് ഈ ഒരു പരമ്പരയിലാണ്. അതിപ്പോ ഈ പലിശയിലുള്ള സമ്പത്ത് സ്വരൂപിക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ആ ഒരു വഴിക്കങ്ങ് പോരാണ്. അതേസമയത്ത് ഹലാലായിട്ടും കൃത്യമായിട്ടും നന്നായൊക്കെ ചെയ്താൽ അത് എപ്പോഴും നമുക്ക് സുരക്ഷിതമാണ്. അത് നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മുടെ മക്കൾക്ക് മാത്രമല്ല നല്ല ഭക്ഷണവും നല്ല ഹലാലും ഭക്ഷിക്കുമ്പോൾ തന്നെയാണല്ലോ കുട്ടികളുടെ സ്വഭാവവും അവരുടെ പ്രകൃതിയും അവരുടെ രീതികളും അദബും ഒക്കെ ഉണ്ടാകുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോ ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനും വയ്യ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയം വളരെ ലളിതമായിട്ട് തന്നെ പറയണത്. അപ്പോ കഴിവിന്റെ പരമാവധി എങ്ങനെയൊക്കെ അത് സ്വായത്തമാക്കാൻ കഴിയുമെങ്കിൽ അതുപോലെ നമ്മൾ വേണ്ടപ്പെട്ട എല്ലാവരും ശ്രമിക്കുക. പിന്നെ ഇതില് വളരെ കഴിവുറ്റ ആളുകളിൽ ഉണ്ട്, എനിക്കറിയായിട്ടല്ല. പക്ഷെ എന്നാലും ഇപ്പോ അത് തുടങ്ങി വെച്ച് ഞാനല്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് തന്നെ ഇൻഷാ അല്ലാഹ് അങ്ങനെ തുടർന്നുകൊണ്ട് വരികയാണ്. അപ്പോ മറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ PM ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. ഞാൻ മറ്റ് ക്വസ്റ്റ്യൻസുകൾ ഇതൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഞാൻ സമയം കണ്ടെത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ബന്ധപ്പെടാം. ഏതായാലും നമ്മൾ പിന്നോട്ട് പോകണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊക്കെ നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുമല്ലോ. അതപ്പോ ദുന്യവിയായിട്ടല്ലോ, ഭൗതിക ലോകമല്ലോ. ഇവിടെ ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ പോകുമല്ലോ, എല്ലാവരും പോകും. പിന്നെ നമുക്കൊക്കെ ഉള്ളത് തന്നെയാണ്. ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, നമ്മുടെ നല്ല ദിവസം. നമ്മുടെ വഫാത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, നമ്മളെ വേർപാട് വിയോഗം. അതുപോലെ അർളും മുഖദ്ദസയില് നമുക്ക് പടച്ച റബ്ബിന്റെ വിധി ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയി വിയോഗം ഉണ്ടാവാനും അവിടെ തന്നെ ദഫനൊക്കെ ഉണ്ടാവാനുള്ള സൗഭാഗ്യം സിദ്ധിക്കട്ടെ എന്നൊക്കെ നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ തന്നെ ആവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സുദിദ്ധങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും നിലനിർത്താം. ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ലിഖായിനെയും അതുപോലെ ഖൽബ് സലീമിനെയൊക്കെ നമുക്ക് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. പിന്നെ ഇന്നത്തെ വ്യാഴാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാലോ. ആ പ്രത്യേകത ഞാനടക്കം നമ്മളെല്ലാവരും അത് ഗൗനിക്കാൻ ശ്രമിക്കുക. നാളെ ആഖിറത്തിൽ കിട്ടുന്ന ഒരു വലിയ അമലാണല്ലത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറയാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുടുംബവും ഒരു വീടൊക്കെ ആയല്ലോ, ഒരു വീട്ടുകാരാണ് ഇപ്പൊ നമ്മളെല്ലാവരും. അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ വേണ്ടി തോന്നിയാണ് പലവരും ഇവിടെ വന്നതുകൊണ്ട്. ആ മവാരിസ് അനന്തരാവകാശം വീതിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ നടത്തി. അതില് ആർക്കൊക്കെ കിട്ടും എന്നതിനെ കുറിച്ചും കിട്ടാത്തവരെ കുറിച്ചും ഓരോരുത്തർക്ക് കിട്ടുന്ന വീതത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഒരു ഭാഗം നമ്മളിപ്പോ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വാസ്തവത്തില് മനുഷ്യന് രണ്ടവസ്ഥയാണല്ലോ ഉള്ളത്. ഒന്ന് ഹയാത്ത്, രണ്ട് മൗത്ത്. ആ ഹയാത്തിനോട് ബന്ധപ്പെട്ടതാണ് ഇബാദത്തിന്റെ സകല കാര്യങ്ങളും. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ അങ്ങനെയാണല്ലോ. അതേ സമയത്ത് ഈ ഒരു ഇൽമ് മാത്രമാണ് ഏത് മൗത്തിനോട് ബന്ധപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. മാത്രമല്ല മറ്റുള്ള ഇൽമുകളൊക്കെ ചിലപ്പോ അതിനെ പിടിക്കപ്പെടുന്നത് ഖിയാസ് കൊണ്ടൊക്കെ ആയിരിക്കാം. വാസ്തവത്തില് ഫറായിലിന്റെ ഇൽമ് അത് മുസ്തഫാദുൻ എന്നാണ് കിതാബിൽ കാണുന്നത്. മിനൻ നസ്സ് എന്നാണ്. നസ്സ് തന്നെയാണ്, പരിശുദ്ധ ഖുർആനിന്റെ നസ്സിൽ നിന്നാണ് ഇതിനെ പിടിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. മാത്രമല്ല സ്വഹാബത്ത് ഇതില് അഗ്രഗണ്യരായിരുന്നു. അതില് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇവരൊക്കെ ആയിരുന്നു ഈ വിഷയത്തിൽ ഏറ്റവും അഗ്രഗണ്യരെന്ന് നമ്മുടെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ഹദീസ് മുഖേന പഠിപ്പിച്ചു തരുന്നുണ്ട് അവരായിരുന്നു എന്ന്. മാത്രമല്ല ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ ഒരു സമയം പറയുന്നു, ഇദാ തഹദ്ദസ്തും ഫതഹദ്ദസു ഫിൽ ഫറായിദ് വഇദാ ലഹൗതും ഫൽഹൗ ഫിർ റമി എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതായത് നിങ്ങൾക്ക് വല്ല കാര്യത്തിനും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാര വിഷയം ഫറായിദാക്കൂ, സ്വത്ത് ഒരുക്കുന്നതാക്കൂ. നോക്കൂ, അപ്പോ മാറ്റി നിർത്തേണ്ടതല്ല, ദൂരെ നിർത്തേണ്ടതല്ല, അത് സംസാരിക്കേണ്ടതാണ്, അത് സംസാര വിഷയമാണ്, അന്വേഷിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, പ്രായോഗികമാക്കേണ്ടതാണ് എന്നൊക്കെ ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പറഞ്ഞു ഫൈദാ ലഹോത്തും, നിങ്ങൾ കളിക്കുന്നു എങ്കിൽ എന്നാണ് അർത്ഥം. നിങ്ങൾ റമ്യ കൊണ്ട് അമ്പുമില്ലു എഴുത്തിട്ട് പഠിക്കുക എന്നാണ്. അപ്പോ ആ കായികാഭ്യാസത്തിലേക്കുള്ള ഒരു സൂചനയാണ് ആ ഹദീസിന്റെ മറുഭാഗം കാണുന്നത്. ഏതാവട്ടെ ഈ പറഞ്ഞ സഹാബത്തും ഇതിനെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എന്ന് കിതാബുകളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു വന്നത് ഈ കിട്ടുന്ന ആളുകളുടെ എണ്ണവും അവരുടെ വീതവും ഒക്കെ പറഞ്ഞു തന്നു. ആർക്കും ടഫായി എന്ന് തോന്നണ്ട, ആവർത്തിച്ചു നോക്കിക്കൊണ്ട് അതിലേക്കൊന്ന് ഇറങ്ങുക. ഒരാള് അഭിപ്രായം പറഞ്ഞതുപോലെ എഴുതി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നോക്കുക. അങ്ങനെ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പോ ഇന്നത്തെ വിഷയം നമുക്ക് തുടങ്ങാനുള്ളത് കുറഞ്ഞ വാക്ക് ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ബാക്കി വിശദമായിട്ട് നാളത്തെ ക്ലാസ്സിലൂടെ നമുക്ക് തന്നെ സഞ്ചരിക്കാം.
ഒരു ദിവസം മുടങ്ങരുത് എന്നതുകൊണ്ട് ഇന്ന് കുറച്ച് അതിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ഹജബയെ കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അത് രണ്ടാമത്തെ ഒരു പാർട്ട് തുടങ്ങുകയാണ്. ഹജബ എന്ന് പറഞ്ഞാല് ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെയാണ് കിട്ടുക എന്ന് നാം പഠിച്ചു. എന്നാൽ ഇവർ എല്ലാവരും വരുമ്പോൾ എല്ലാവർക്കും കിട്ടും എന്നല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആര് വന്നാൽ ആര് ഒഴിവാകും, അതാണ് ഹജബ. ഇന്ന ആളെ കൊണ്ട് ഇന്ന ആൾ ഒഴിവാകും, ഇന്ന ആളെ കൊണ്ട് ഇന്ന ആൾ ഒഴിവാകും. അപ്പൊ ഇവരൊക്കെ പാടെ വന്നു എന്നതിന്റെ പേരിൽ അവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കുകയില്ല. ആ ഒരു പാർട്ടാണ്, ആ ഒരു വിഷയമാണ്, ആ അധ്യായമാണ് നമ്മൾക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ 25 ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെ വന്നാൽ ആരെ കൊണ്ടൊക്കെ ഒഴിവാകുന്നു വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 25 ആളുകൾക്കാണ് കിട്ടുന്നത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അവരിൽ നിന്ന് 25ൽപ്പെട്ട ആരൊക്കെയോ ഒരുമിച്ച് കൂടി ഒരു മയ്യത്ത് ഒരാളുടെ വിയോഗത്തിന് ശേഷം, അപ്പോൾ അതില് ആർക്കൊക്കെയാണ് കിട്ടുക, ആരെ കൊണ്ടൊക്കെ ഒഴിവായി പോകും എന്ന ഒരു വിഷയം, ആ വിഷയത്തിനെ കുറിച്ചാണ് ഹജബ എന്ന് പറയാം. അതിൽ മനസ്സിലാക്കുക, ഇപ്പോ ഒരാള് വിയോഗം, ഒരാളുടെ മൗത്ത് ഉണ്ടായപ്പോ അത് ഉമ്മയാകും, വാപ്പയാകും, ഭാര്യയാകും, മകളാകാം, മകനാകാം, ആരാവാം, മയ്യത്ത് ആരാവട്ടെ. അവിടെ അപ്പോ ഹയാത്തിൽ ആരുണ്ട്? മകനുണ്ട്. ആരുണ്ട്? മകന്റെ മക്കളും ഉണ്ട്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മകനുമുണ്ട്, മകന്റെ മക്കള് നമ്മൾ ഒരു പാർട്ടിനെ എണ്ണിയിട്ടുണ്ട് അല്ലെ? പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളായിട്ട് അങ്ങനെ ഉണ്ട്. അപ്പോ മകന് ഉണ്ടാകുമ്പോൾ മകന്റെ മക്കൾക്ക് ആർക്കും കിട്ടുകയില്ല, അവർ ആരുണ്ടായിട്ടും കാര്യമില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ മകനെ കൊണ്ട് മകന്റെ മകന്റെ മക്കൾ ഒഴിവാകുന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ മകന്റെ കൂടെ മകന്റെ മകൻ വന്നാൽ ആ മകന്റെ മകന് സ്വത്ത് കിട്ടുകയില്ല എന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മറ്റേ നമ്മൾ എണ്ണിയിട്ടുണ്ട്, മകന്റെ മകൻ എന്നാണ് ആണുങ്ങളെ നമ്മൾ എണ്ണിയത്. പിന്നെ പെണ്ണുങ്ങളെ നമ്മൾ എണ്ണിയപ്പോൾ അതും എണ്ണിയിട്ടുണ്ട്. മകന്റെ മകള്, അങ്ങനെ നമ്മളവിടെ പെണ്ണുങ്ങളെ എണ്ണിയപ്പോ ആ ഇതില് മകന്റെ മകള്, അങ്ങനെ നമ്മള് ആ വിഷയത്തില് എണ്ണി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കിട്ടുന്നതും കിട്ടാത്തതുമായ ആളുകളുടെ കൂട്ടത്തിലാണ് ഏത് മകന്റെ മകളെ നമ്മൾ എണ്ണിയിട്ടുള്ളത്. അപ്പൊ അത് റബിൽ അർഹമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ വലതു ഇബിനിൻ എന്ന് പറയുമ്പോ മകന്റെ ആൺമക്കളായ ആളുകളും മകനും കൂടി ഒരുമിച്ച് വന്നാൽ ഈ മകൻ ഉള്ളപ്പോൾ അവർക്ക് കിട്ടുകയില്ല, മകന്റെ മകന് സ്വത്ത് കിട്ടുകയില്ല. അവൻ ഹജബ എന്നാണ് പറയാ, അവനെ മൻഅ ചെയ്തു, തടഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ആ പരമ്പര മൊത്തത്തിലും എടുത്താൽ മതി. ഇപ്പം മകൻ ഉണ്ടാകുമ്പോൾ മകന്റെ മകന് സ്വത്ത് കിട്ടുകയില്ല. ഇനി മകനില്ല, മകന്റെ മകൻ ഹയാത്തിലുണ്ട്. പിന്നുള്ളതാരാണ്? മകന്റെ മകന്റെ മകനാണ്. അപ്പോൾ ഈ മകന്റെ മകനെ കൊണ്ട് മകന്റെ മകന്റെ മകൻ പോയി. ആ മർത്തബ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോരുക. ഇനി മകന്റെ മകന് ഇല്ല, ഉള്ളതാരാണ്? മകന്റെ മകന്റെ മകൻ ഹയാത്തിലുണ്ട്. അപ്പോ അതിന്റെ താഴെ പടിയിൽ ആരുണ്ട്? നാലാമത്തെ ഒരു മകന്, മകന്റെ 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 മകനുണ്ട്. അപ്പോൾ ഈ നാലാമത്തെ മർത്തബയിൽ നിൽക്കുന്ന മകന് കിട്ടുകയില്ല ഇവനെ കൊണ്ട്. അപ്പോ അടുത്തടുത്ത ആളുകളെ കൊണ്ട് വിട്ട ആളുകൾ ഇങ്ങനെ ഒഴിവായി പോകുന്നു എന്ന് സാരം വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ഒന്നാമത്തെ പാർട്ടിൽ മകൻ ഉണ്ടാകുന്ന സമയത്ത് മകന്റെ മകനില്ല എന്ന് പറയുമ്പോൾ ആ മർത്തബയിൽ താഴോട്ട് ഇറങ്ങി എങ്ങനെ പോന്നു കഴിഞ്ഞാലും അവർക്ക് കിട്ടുകയില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, മകൻ ഉള്ളപ്പോൾ മകന്റെ മകനില്ല, ഇനി മകന്റെ മകൻ ഉള്ളപ്പോൾ മകന്റെ മകന്റെ മകനില്ല, അങ്ങനെ ആണ്ട് കയ്യാസാക്കിയിട്ട് തുലനം ചെയ്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ പോന്നാൽ മതി. അപ്പൊ നമുക്ക് ആ വിഷയം മനസ്സിലാവും. അപ്പൊ മകനെ കൊണ്ട് ഇവരാണ് ഒഴിവാകുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഒന്ന്. ഇനി രണ്ടാമത് വല്ലിപ്പയുണ്ട്, വാപ്പയുണ്ട്. അപ്പൊ വല്ലിപ്പ ഉണ്ടെങ്കിൽ വല്ലിപ്പ വന്നു, പക്ഷെ വാപ്പയുണ്ട്. അപ്പൊ വാപ്പ ഉണ്ടാകുമ്പോൾ വല്ലിപ്പാക്ക് കിട്ടൂല. മനസ്സിലായില്ലേ? വല്ലിപ്പാക്ക് സ്വത്തുണ്ടെന്നും ഇത്ര വീതമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ഈ മരണസമയത്ത് ആരുണ്ട്? വാപ്പയുണ്ട്, വല്ലിപ്പയുണ്ട്. അപ്പൊ വാപ്പ ഉള്ളപ്പോൾ വല്ലിപ്പാക്ക് സ്വത്ത് ഇല്ല എന്നാണ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 2 കിട്ടി. ഇനി മൂന്നാമത്തേത് ആരാണ്? വല്ലിമ്മയാണുള്ളത്. അതായത് വല്ലിമ്മ എന്ന് പറഞ്ഞാല് വല്ലിമ്മ, അതായത് ഉമ്മയിൽ നിന്നുള്ള വല്ലിമ്മ, അതായത് ഉമ്മാന്റെ ഉമ്മയായ വല്ലിമ്മ, ഉമ്മാന്റെ ഉമ്മയായ വല്ലിമ്മ. ആ വല്ലിമ്മക്ക് കിട്ടുകയില്ല ആരുണ്ടെങ്കിൽ? ഉമ്മ ഉണ്ടെങ്കിൽ. അപ്പൊ ഉമ്മ ഉള്ളപ്പോൾ ഉമ്മാന്റെ ഉമ്മയായ വല്ലിമ്മക്ക് സ്വത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വരുന്നത് നമ്മൾ എണ്ണി വല്ലിപ്പ ഒഴിവാകുമെന്ന് പറഞ്ഞു. ഇനി വജദ്ദത്തുല്ലി അബിൻ, വാപ്പയിൽ നിന്നുള്ള വല്ലിമ്മ. വാപ്പയിൽ നിന്നുള്ള വല്ലിമ്മ എന്ന് പറയുമ്പോൾ ബ്യാബിൻ,
അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഉമ്മാന്റെ ഉമ്മയായ വല്യമ്മ. ഇനി വാപ്പാന്റെ ഉമ്മയായ വല്യമ്മക്കും കിട്ടൂല. ആരെ കൊണ്ട് വാപ്പ ഉണ്ടെങ്കിൽ. അപ്പൊ വാപ്പ ഉള്ള സ്ഥിതിക്ക് ആർക്ക് കിട്ടുകയില്ല? വാപ്പാന്റെ ഉമ്മയായ വല്യമ്മക്ക് സ്വത്ത് ഇല്ല. ഉമ്മ ഉള്ള സ്ഥിതിക്ക് ആർക്ക് കിട്ടുകയില്ല? ഉമ്മാന്റെ ഉമ്മയായ വല്യമ്മക്ക് സ്വത്തില്ല. വാപ്പ ഉള്ള സ്ഥിതിക്ക് വല്യപ്പാക്കും സ്വത്തില്ല. മകനുള്ള സ്ഥിതിക്ക് മകന്റെ മകനും കിട്ടുകയില്ല. ഇതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിന്റെ ശേഷം ഇനി നമുക്ക് കുറച്ച് ബാക്കിയുള്ള ആളുകളെയും കൂടി പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നതേ ഞാൻ പറയുന്നുള്ളൂ. മകന് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം, മകൻ വരുമ്പോൾ മകന്റെ മകനില്ല. അത് പിന്നെ അക്രബ് അതിന്റെ അടുത്തടുത്ത ആളുകൾ അങ്ങനെ തുലനം ചെയ്തിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത് വാപ്പ ഉണ്ടാവുമ്പോൾ വല്യപ്പാക്ക് കിട്ടുകയില്ല, ഉമ്മ ഉണ്ടാവുമ്പോൾ ഉമ്മാന്റെ ഉമ്മയായ വല്യമ്മക്ക് കിട്ടുകയില്ല, ഉപ്പ ഉണ്ടാവുമ്പോൾ ഉപ്പാന്റെ ഉപ്പയായ വല്യമ്മക്കും സ്വത്ത് കിട്ടുകയില്ല എന്നിപ്പോ നമുക്ക് മനസ്സിലായി. അപ്പോ ഉപ്പാന്റെ ഉമ്മയായ വല്യമ്മക്ക് വാപ്പാനെ കൊണ്ടും കിട്ടുകയില്ല, പിന്നെ ആരെ കൊണ്ടും കിട്ടുകയില്ല എന്ന് മനസ്സിലായിക്കോളും. ഉമ്മാനെ കൊണ്ടും കിട്ടുകയില്ല. അപ്പൊ ഉമ്മ ഉണ്ടാകുമ്പോൾ പിന്നെ ഉപ്പാന്റെ ഉമ്മയായ വല്യമ്മക്ക് സ്വത്തില്ല. അതേപോലെ തന്നെ ഉപ്പ ഉള്ളത് കൊണ്ടും ആർക്ക് കിട്ടുകയില്ല? ഉപ്പാന്റെ ഉമ്മയായ വല്യമ്മക്ക് സ്വത്ത് കിട്ടൂല. ഇന്നലെ നമ്മള് പിന്നെ ഹജബ എന്ന വിഷയത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. ആരെ കൊണ്ട് ഒഴിവാകും എന്ന വിഷയം. അതായത് മുമ്പ് പറഞ്ഞ് മനസ്സിലാക്കിയ ആളുകളിൽ നിന്നും ആര് കൊണ്ട് ആര് ഒഴിവാകും എന്ന ഒരു ചർച്ചയാണ് നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത്. അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, പിന്നെ മകന്റെ മകനുണ്ടെങ്കിൽ മകനെ കൊണ്ട് കിട്ടില്ല, അത് താഴെയാണെങ്കിലും ശരി. അതുപോലെ തന്നെ വല്യപ്പാക്ക് വാപ്പുണ്ടെങ്കിൽ കിട്ടൂല. അതുപോലെ തന്നെ ഉമ്മാന്റെ ഉമ്മയായ വല്യമ്മക്ക് ഉമ്മാനെ കൊണ്ട് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിന്നെ വാപ്പാന്റെ ഉമ്മയായ വല്യമ്മ വാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും ഒക്കെ പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് മനസ്സിലാക്കാനുള്ളത് പിന്നെ അഹുല്ലി അബവൈനി എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ എണ്ണിയിട്ടുണ്ട്. നമ്മൾ ആളുകളെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ആൾക്ക് സ്വത്ത് കിട്ടാതെ വരുന്ന രീതി, അവർക്ക് എപ്പോഴാണ് സ്വത്ത് കിട്ടാതിരിക്കുക? വാപ്പ ഉണ്ടെങ്കിൽ അഹുല്ലി അബവൈനിക്ക് സ്വത്തില്ല എന്നാണ്. അപ്പൊ ഒരാള് മരിക്കണ സമയത്ത് അയാൾക്ക് വാപ്പയുണ്ട്, പിന്നെ മകനും ഉണ്ട്, പിന്നെ ആരുണ്ട്? ഉമ്മയും വാപ്പയും ഒത്ത ഒരു സഹോദരനും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വാപ്പയും മകനും ഉള്ളത് കൊണ്ട് ഇവരെ കൊണ്ട് ആർക്ക് കിട്ടില്ല? ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന് സ്വത്തില്ല. അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് ഇപ്പോ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരായ ആളുകളാണ്. അപ്പൊ നമ്മള് മരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ വാപ്പ ഹയാത്തിലുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ട്. അപ്പൊ മക്കളുണ്ട് അല്ലെങ്കിൽ വാപ്പയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സഹോദരൻ ജ്യേഷ്ഠനോ അനുജനോ ആയിട്ട് സ്വത്ത് കിട്ടൂല. അപ്പൊ ഈ പറയുന്ന വിഷയം. അപ്പോ അഹുല്യ അബവൈനി എന്ന് പറയുന്നത് ഉമ്മയും വാപ്പയും ഒത്ത ഷക്കൈക്കായ ഒരു ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്നുള്ള സഹോദരൻ എന്നാണ് പറയുന്നത്. അപ്പൊ സഹോദരൻ, ആ സഹോദരന് പിന്നെ വാപ്പ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മകൻ ഉണ്ടെങ്കിൽ കിട്ടുകയില്ല. മകൻ എന്ന് പറഞ്ഞാൽ അതിന് മകന്റെ മകനായാലും മതി, മകന്റെ 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 മകനായാലും മതി. ആ മർത്തബയിൽ ഒരു മകൻ, ഒരു കുട്ടി, ഒരു ആൺകുട്ടി വരുന്നുണ്ടെങ്കിൽ ഓൻ അത്ര സ്റ്റേജാണ്. ഓനെ കൊണ്ട് ആർക്ക് കിട്ടില്ല? ഈ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരന് സ്വത്ത് കിട്ടില്ല. അപ്പൊ പരമ്പരയിൽ നമ്മൾ ലിസ്റ്റ് എഴുതി കൊണ്ടുവരുമ്പോ മരിച്ച ഇന്ന ആളാണ്, പിന്നെ ഉമ്മ ഉണ്ട്, ഭാര്യ ഉണ്ട്, പിന്നെ വാപ്പുണ്ട്, പിന്നെ മകനുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലിസ്റ്റ് കൊണ്ട് വന്നിട്ട് അതിന് ശേഷം ആര് എഴുതിയിട്ടുണ്ട്? സഹോദരൻ ആരുണ്ട്? മുഹമ്മദ് ഉണ്ട്, അഹമ്മദ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും ഇവിടെ ആരുണ്ട്? വാപ്പുണ്ട്. അപ്പൊ തന്നെ ആര് പോയി? മീമാബിൻ സഹോദരൻ പോയി. പിന്നെ മകനുണ്ട് അറിയുമ്പോൾ പ്രത്യേകിച്ചും എന്തായി പോയി? അപ്പൊ രണ്ടിൽ ഒരാൾ ഉണ്ടായാൽ തന്നെ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന് കിട്ടുകയില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഫിഖ്ഹ് മനസ്സിലാക്കി തരുന്നു. രണ്ടാമത് പിന്നെ പറയുന്നതിന് അഹുല്യ അബ്. ആ മൂന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അഹുല്യ അബ് അതായത് വാപ്പയിൽ ഒത്ത സഹോദരൻ. അതായത് ഉമ്മ രണ്ടാണ്, വാപ്പ ഒന്നാണ്. അപ്പൊ അങ്ങനെ വരുന്ന സഹോദരനുണ്ട്. ഒരാൾ മരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വാപ്പത്ത് സഹോദരൻ ഹയാത്തിലുണ്ട്. ഉണ്ടെങ്കിൽ ആൾക്ക് കിട്ടണമെങ്കിൽ ആരില്ലാതിരിക്കണം? ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ വാപ്പയും അതുപോലെ തന്നെ മകനും ഇല്ല എങ്കിൽ ഉമ്മയും വാപ്പത്തെ സഹോദരന് സ്വത്ത് കിട്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനി വാപ്പത്തെ സഹോദരനാണ് ഉള്ളത് എങ്കിൽ ഈ വാപ്പ ഉണ്ടെങ്കിൽ ആർക്ക് കിട്ടുകയില്ല? വാപ്പ ഒത്ത സഹോദരന് കിട്ടൂല. മകൻ ഉണ്ടെങ്കിലും കിട്ടൂല. പിന്നെ ആരുണ്ട്? ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ ഉണ്ടെങ്കിലും കിട്ടൂല. മനസ്സിലായില്ല? അപ്പോ ഒരാള് മരിക്കണ സമയത്ത് വാപ്പയില്ല, മകനുമില്ല. പിന്നെ ആരാണുള്ളത്? ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന് ഉണ്ട്.
അങ്ങനെ ഉള്ളപ്പോൾ ഉമ്മയും വാപ്പയൊത്ത സഹോദരന് ഉണ്ട് എങ്കിൽ അവനിക്ക് സ്വത്ത് കിട്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതേ സമയത്ത് വാപ്പത്ത് സഹോദരന് ഇവരെ കൊണ്ട് സ്വത്ത് കിട്ടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഫിഖ് നമുക്ക് പഠിപ്പിച്ചിരുന്നു. പിന്നെ ആരെ കൊണ്ടും പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് വാപ്പാനെ കൊണ്ടും കിട്ടൂല, മകനെ കൊണ്ടും കിട്ടൂല, ഉമ്മയും വാപ്പത്തെ സഹോദരനെ കൊണ്ടും വാപ്പത്തെ സഹോദരന് കിട്ടുകയില്ല. കാരണം അവന്റെ മുമ്പിൽ അതിലും സ്റ്റേജിലുള്ള ഒരാളുണ്ടാകൊണ്ട് അവർക്ക് കിട്ടുകയില്ല എന്ന്. പിന്നെ ആരെക്കൊണ്ടും ഈ വാപ്പത്തെ സഹോദരന് സ്വത്ത് കിട്ടാതെ വരും എന്നറിയുമോ? അതാണ് ഒന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പ്രത്യേകം ഒരു മസല പറഞ്ഞിട്ടുണ്ട്. വഅസ്സബൽ ഊലൈനി അൽ ഉഖറൈനി എന്ന് പറഞ്ഞ മസലയിൽ അതൊന്നുകൂടി ആവർത്തിച്ചു വരികയാണ്. വബി ഉഖ്തില്ലി അബവൈനി, ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി വന്നു. അപ്പൊ ഉമ്മയും വാപ്പയൊത്ത സഹോദരനെ കൊണ്ട് ആർക്ക് കിട്ടുകയില്ല? വാപ്പത്തെ സഹോദരന് സ്വത്ത് കിട്ടുകയില്ല എന്ന് പറഞ്ഞല്ലപ്പോ നമ്മള്. ഇനി അതിന്റെ ശേഷം ഒരു കൂട്ടരെ കൊണ്ടും കൂടി ആർക്ക് കിട്ടാതെ വരുന്ന രീതിയുണ്ട് വാപ്പത്തെ സഹോദരന്. ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി ഉണ്ട്, പെണ്ണാണ്. പക്ഷെ അവളോട് കൂടെ ആരുണ്ട്? മകളോ അല്ലെങ്കിൽ മകന്റെ മകളോ വന്നു. അങ്ങനെ വരുമ്പോൾ ഇവര് രണ്ടാളും കൂടിയിട്ട്, രണ്ട് പെണ്ണുമ്പളുമാടെ കൂടിയിട്ട് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്റെ സ്ഥാനം അലങ്കരിക്കുകയും അത് കാരണം വാപ്പത്തെ സഹോദരന് ഹജബയായി പോവുകയും കിട്ടുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മയും വാപ്പയൊത്ത സഹോദരനെ കുറിച്ചും പറഞ്ഞു, അതുപോലെ തന്നെ വാപ്പത്തെ സഹോദരന്റെ ഹജബ വരുന്ന വിവരവും പറഞ്ഞു. അതിന് ഒരാളും കൂടിയുണ്ട്, അതാരാണ്? ഉമ്മ ഒത്ത സഹോദരൻ. അതായത് ഉമ്മയിലേ ഒത്തിട്ടുള്ളൂ, വാപ്പ രണ്ടാണ് എന്നർത്ഥം. അങ്ങനെ വരുന്ന സഹോദരന് ആരെ കൊണ്ടാണ് സ്വത്ത് കിട്ടാതിരിക്കുക? ബി അബിൻ, വാപ്പയെ കൊണ്ട് കിട്ടൂല. പിന്നെ വാബീഹി, വാപ്പാന്റെ വാപ്പയായ വല്ലിപ്പയെ കൊണ്ടും കിട്ടൂല. അത് വല്ലിപ്പ എത്ര മുകളിലേക്ക് പോയാലും വേണ്ടില്ല, വാപ്പാന്റെ അങ്ങനെ മുകളിലേക്ക് പോയൊരു വല്ലിപ്പ വലിയോ 100-200 വയസ്സായ വല്ലിപ്പ ഉണ്ട് എന്ന് സങ്കല്പിച്ചു നോക്കിയും അങ്ങനെ ഉണ്ടെങ്കിൽ ആ വല്ലിപ്പാനെ കൊണ്ട് ഈ പറയപ്പെട്ട ഉമ്മ ഒത്ത സഹോദരന് കിട്ടുകയില്ല. പിന്നെ ആരെ കൊണ്ടും കിട്ടുകയില്ല. പിന്നെ ആമായിട്ട് പറയുന്നു ഫറഉം വാരിസുലിൽ മയ്യിത്ത്, മയ്യിത്തിന് ആണോ പെണ്ണോ ആയിട്ട് മക്കളുണ്ടെങ്കിൽ, മക്കളോ മകന്റെ മക്കളോ ആയിട്ട് എവിടെ അത് താഴോട്ട് ഇങ്ങോട്ട് പോന്നാലും വേണ്ട, മകന്റെ അങ്ങനെ ഇങ്ങോട്ട് പോന്നാലും വേണ്ടില്ല. അപ്പൊ മക്കളോ മകന്റെ മക്കളോ ആയിട്ട് മകന് ആയിട്ടുള്ള ആ പരമ്പരയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ആർക്ക് കിട്ടുകയില്ല? ഉമ്മ ഒത്ത സഹോദരന് കിട്ടുകയില്ല. അപ്പോ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോ പഠിച്ചത് എന്താന്ന് വെച്ചാല് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ ആരെ കൊണ്ടൊക്കെ ഹജബയാകും, ആറ് വരുമ്പോൾ അവർക്ക് കിട്ടുകയില്ല എന്ന്. അതുപോലെ തന്നെ വാപ്പത്തെ സഹോദരന് കിട്ടാതിരിക്കുന്നതും നമ്മൾ പഠിച്ചു, ഉമ്മത്തെ സഹോദരന് കിട്ടാത്ത രീതിയും നമ്മൾ പഠിച്ചു. അതാണ് ഇപ്പൊ എന്നുള്ളത്. ഇനി അതിന്റെ ബാക്കിലുള്ള മറ്റ് ആളുകളെ കൊണ്ട് ആര് പോകും എന്നുള്ള വിഷയമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസികുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദകരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. فإن كن نساء فوق 2 فلهن ثلثا ما ترك، وإن كانت واحدة فلها النصف، ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد، فإن لم يكن له ولد وورثه أبواه فلأمه الثلث، فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين. آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما. ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد، فإن كان لهن ولد فلكم الربع مما تركن من بعد وصية يوصين بها أو دين، ولهن الربع مما تركتم إن لم يكن لكم ولد،
فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم صدق الله العظيم. ബഹുമാനമുള്ള ഫിഖ്ഹ് മസ്അല ഗ്രൂപ്പിലെ എന്റെ വേണ്ടപ്പെട്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അനന്തരാവകാശത്തെക്കുറിച്ച് നാം തുടങ്ങിവെച്ച ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് തുടങ്ങാനിരിക്കുകയാണ്. അതായത് ഹജബ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ചർച്ച ചെയ്തത്. അതിൽ ഇനി ബാക്കി വരുന്ന ആളുകളെ കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കാനുണ്ട്. അതിന്റെ മുമ്പായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിക്കപ്പെട്ടു 25 ആളുകളാണ് അർഹരെന്നും അതിൽ 11 ദവിൽ അർഹാം ആണെന്നും അതിനുശേഷം ഫർദിന്റെ അഹ്ലുകാരായ ആളുകൾക്ക് സുലുസ് കിട്ടുന്നവരെ, സുലുസൈന് കിട്ടുന്നവരെ, റുബുഅ് കിട്ടുന്നവരെ, സുമുന് കിട്ടുന്നവരെ, സുദുസ് കിട്ടുന്നവരെ, റുബുഅ് കിട്ടുന്നവരെ ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഫഖ്ഹ് മസ്അല അടിസ്ഥാനത്തിലൂടെ. പക്ഷേ ഞാൻ മിനിഞ്ഞാത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഫറായിലിന്റെ മസ്അല എന്ന് പറയുന്നത് മറ്റുള്ള മസ്അലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം നസ്സാണ്, നസ്സുൽ കിതാബ്, പരിശുദ്ധ ഖുർആൻ. മറ്റുള്ളതൊക്കെ ചിലതൊക്കെ ഖിയാസ് മുഖേനയൊക്കെയാണ് അതിന്റെ ഇസ്തിംബാത്ത് നടക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഭാഗത്ത് പ്രതിപാദിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ച ആയത്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ പെടുത്തിയത്. സൂറത്തു നിസായിലെ 10, 11, 10 മുതൽ വരുന്ന ആയത്തുകൾ. 11-ാം ആയത്ത്, അത് 2 ആയത്തുകൾ വലിയ കുറച്ച് നീണ്ട ആയത്തുകളാണ്. ആ ആയത്തിലൂടെ ഈ വിഷയത്തെ പ്രതിപാദിക്കുകയാണ്. അതിന്റെ ശാഖാപരമായിട്ടുള്ള മറ്റ് വിഷയങ്ങൾ തഫ്സീറുകളിലെയും ഹദീസുകളിലൂടെയും ഫിഖ്ഹിന്റെ മസ്അല കിതാബുകളിലൂടെയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ചില നമ്മുടെ പഠിതാക്കളുടെ വളരെയധികം ശ്രദ്ധിക്കുന്നവരുടെ ശ്രദ്ധയിൽ ഈ ഭാഗമൊക്കെ പെട്ടിട്ടുണ്ട്. അവരൊക്കെ ചിലപ്പോൾ PM-ലൂടെയൊക്കെ വന്നു പല സുആലുകളൊക്കെ ഉന്നയിച്ചു. കൂട്ടത്തിൽ ഈ ആയത്തുകളും അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോ അവരുടെ അധികമായ ഒരു താല്പര്യത്തെ കൂടിയും പരിഗണിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് അറിയിക്കട്ടെ. ഈ വിഷയം തന്നെയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് എന്ന് ഓർമ്മയിലിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനികമായ ആയത്ത് അത് ഏത് രീതിയിലാണ് ഈ വിഷയത്തെ നമ്മിലേക്ക് അറിയിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ലഭിച്ച വഹ്യ്, റവലേഷൻ, ആ കാര്യം നമ്മിലേക്ക് അറിയിച്ചു തന്ന ആ രീതിയും ശൈലിയും അതിന്റെ ഭാവവും ഒക്കെ ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും പകർത്താനും സാധിക്കും എന്നതാണ് സത്യം. പടച്ച റബ്ബ് പറയുന്നു, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, എന്നാൽ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു, നിങ്ങളോട് ഉപദേശിക്കുന്നു. ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളിൽ. എന്താ പറഞ്ഞത്? ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, പുരുഷന് ദക്കറിന് ആൺകുട്ടിക്ക് സ്ത്രീയുടെ അതായത് പെൺകുട്ടിയുടെ ഇരട്ടി ഉണ്ട് എന്ന സത്യം നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെയാണ് അതിന്റെ ശൈലി. നോക്ക്, ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെടുത്ത് ഉദ്ധരിച്ചത്. അത് കഴിഞ്ഞിട്ട് ആയത്തും കൊണ്ട് വരുന്നു, ഇൻ കുന്ന നിസാഅൻ ഫൗക സിന്നതൈൻ, ഇനി ഈ മരണപ്പെട്ട ആൾക്കുള്ളത് പെണ്ണുങ്ങളാണ്, പെൺകുട്ടികളാണ്. അത് ഫൗകസിനത്തേന് 2-ൽ കൂടുതൽ എന്നാണ് ആയത്തിന്റെ വിശദീകരണം. അപ്പോൾ ഫുഖഹാനെ വിശദീകരിച്ചു തന്നു 2-ഓ 2-ൽ കൂടുതലോ, രണ്ടും അതിന്റെ ഉള്ളിലുള്ള അർത്ഥം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഫലഹുന്ന സുലുസ മാ തറക്, ആ പെൺകുട്ടികൾക്ക് കിട്ടുന്നത്
മയ്യത്ത് ഉപേക്ഷിച്ചു പോയ സ്വത്തിന്റെ 2/3 ഭാഗമാണ്. അതാണ് സുലുസാ തറക് എന്ന് പറഞ്ഞു. ഇനി തന്നെ പറയുന്നു, അപ്പോ ഒന്നാണെങ്കിലോ ഇൻകാനത്ത് വാഹിദതൻ ഫലഹൻ നിസ്ഫ്, അങ്ങനെ ഒരു പെൺകുട്ടിയാണ് എങ്കിൽ, ഒരു പെൺ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ അൻനിസ്ഫു പകുതിയാണ്, 1/2 ആണ് കൊടുക്കാനുള്ളത് എന്നാണ് ഖുർആനിലെ ആയത്തിന്റെ താല്പര്യം. വലി അബുവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹും അസ്സുദുസ്. വലി അബുവൈഹി എന്നാൽ മയ്യത്തിന്റെ ഉമ്മ വാപ്പ, ഇവർക്ക് കിട്ടുന്ന വീതം അസ്സുദുസു 1/6. അത് തന്നെ മിമ്മാ തറക ഇൻകാന ലഹു വലദൻ, ഈ മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്തിനിക്ക് മക്കൾ ഉണ്ടായാൽ എന്നാണ്. അതിനുശേഷം അപ്പൊ മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വീതം 1/6. ഫൈലം യകുൽ ലഹു വലദുൻ, അങ്ങനെ മക്കൾ ഇല്ല എങ്കിൽ വരിസഹു അബവാഹു, അവന്റെ മാതാപിതാക്കള് അതായത് ഉപ്പ അനന്തരം എടുക്കുന്നു. അവിടെ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞു ഫലി ഉമ്മിഹി, അവന്റെ ഉമ്മാക്കുമുണ്ട് അസ്സുലുസു 1/3. അവിടെ നമ്മൾ ഫിഖിൽ പഠിച്ചു ഉമ്മാക്ക് കിട്ടുന്നത് എത്രയാണ്? സുലുസുൽ ബാഖിയാണ്. ആ സ്ഥലമാണിത്. അപ്പോൾ ഈ സുലുസി എന്ന് പറഞ്ഞ പദത്തിനോട് അദബ് സ്വീകരിച്ചുകൊണ്ടാണ് ഫുഖഹാ ഹദീസിന്റെയും പിൻബലത്തോടുകൂടെ ഇവിടെ സുലുസുൽ ബാഖി എന്ന മസ്അല നമ്മെ പഠിപ്പിച്ചത് എന്ന് സത്യം നമുക്ക് ഇവിടെ ഓർമ്മിച്ചെടുക്കാം. കാരണം നമ്മൾ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. അത് മരണപ്പെട്ട ആൾക്ക് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയോ ഭർത്താവോ രണ്ടിലൊരാളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 4 ഓഹരി വെച്ചിട്ട് 1 ഓഹരി കൊടുക്കുന്നുണ്ട് ഭാര്യയാണെങ്കിൽ. അതേസമയത്ത് ഭർത്താവാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 6 ഓഹരി വെക്കുന്നു വെച്ചാൽ പകുതി ഭർത്താവിന് കൊടുക്കുന്നു, ബാക്കിയുള്ള 3 ഓഹരി ഇവർക്ക് വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഉപ്പാക്കാണ് 1/3 ഉള്ളത്. പക്ഷെ ഉമ്മയെയും ഒരേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ശൈലിയാണ്, പ്രയോഗമാണ് ഫലി ഉമ്മിഹി സുലുസു എന്ന് എടുത്തു പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഫുഖഹാന്റെ ഇസ്തിംബാത്ത് നടന്നത്. എത്രയാണ് എന്ന്? അത് സുലുസുൽ ബാഖിയാണ് എന്ന്. അതായത് വാപ്പ അവിടെ അസബാക്കാരനായിട്ട് സ്വത്ത് എടുക്കുക എന്ന ഒരു ആശയം കൂടി അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന്. അപ്പൊ ആ ഭാഗം വിശദീകരിക്കുന്ന ഭാഗമാണ് ഈ ആയത്ത് എന്നാണ് താല്പര്യം നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത്. ഇൻകാന ലഹു യഖ്വത്തുൻ ഫലി ഉമ്മിഹി സുദുസു. ഈ മരണപ്പെട്ട മയ്യത്തിന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് 2 2 കൂടുതലോ സഹോദരന്മാർ ഉണ്ടായാലതെന്ന്. അത് ഉമ്മയും വാപ്പയത്ത് സഹോദരന്മാരായിട്ട് വരാം, അല്ലെങ്കിൽ വാപ്പത്തതാവാം, അല്ലെങ്കിൽ ഉമ്മത്തതാവാം, ഏതാവട്ടെ. അപ്പൊ ഉമ്മാക്ക് കിട്ടുന്ന ഫലി ഉമ്മിഹി സുദുസ് 1/6. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വിഷയമാണ്. പക്ഷെ പരിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ ആ കാര്യം ഒന്ന് ഓർമ്മിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന സത്യം പരിശുദ്ധ ഖുർആൻ വളരെ ആണിയിട്ടുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിക്കുന്ന വിഷയം നോക്കും. മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈൻ. ഈ മയ്യത്ത് അവന്റെ സ്വത്തില് 1/3 ഭാഗം അവന് വസിയത്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ വസിയത്ത് നടപ്പാക്കിയതിനു ശേഷമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മയ്യത്തിന്റെ തജ്ഹീസ് നടത്തേണ്ടത് അതിനാണ്, സകാത്ത് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ വീണ്ടും എടുത്തു പറയുന്ന ഔ ദൈനിൻ, കടമുണ്ടെങ്കിൽ, മയ്യത്തിന് കടമുണ്ടെങ്കിൽ മക്കള് പള്ളിയിൽ നിന്ന് ഏറ്റെടുക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ആ കടം എവിടെയാണ് ബന്ധപ്പെട്ടത്? ഈ ഇർസിനോടാണ് എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ ഇത് പഠിപ്പിച്ചിരുന്നു. ഔ ദൈനിൻ, കടം. അപ്പൊ കടമുണ്ടെങ്കിൽ ആ കടം കൊടുക്കേണ്ടത് ഈ മയ്യത്തിന്റെ ഈ സമ്പത്തിൽ നിന്ന്, അതായത് ഒഴിച്ചിട്ട് സമ്പത്തിന്റെ ആദ്യം കടവും കൊടുക്കണം. എന്നിട്ട് പറയുന്നു ആബാഉക്കും അബ്നാഉക്കും, നിങ്ങളുടെ ഉപ്പമാരും നിങ്ങളുടെ മക്കളും നോക്കൂ. ലാ തദറുന്ന അയ്യുഹും അഖറബു ലക്കും നഫ, ആരാണ് അവരിൽ നിന്ന് നിങ്ങളേക്ക് ഏറ്റവും ഉപകാരം ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയില്ല. അപ്പൊ ആ അടിസ്ഥാനം വെച്ചുകൊണ്ടിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ട. അവിടെ ഒരു വസിയത്തിന്റെ ഭാഗം പരിശുദ്ധ ദീൻ നമുക്ക് കൽപ്പിച്ചു തന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ കിട്ടാതിരിക്കുമല്ലോ, അവരല്ല കൂടുതൽ നോക്കിയതല്ലോ എന്നല്ല ഒരു ആശങ്ക വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഹയാത്ത് കാലത്ത് തന്നെ ഒരു വസിയത്ത് അവിടെ എഴുതി വെക്കാം. 1/3 ഭാഗമായിട്ട് കൊടുക്കാൻ അത് അനുവാദവുമുണ്ട്. പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അത് അംഗീകരിച്ചതാണ്. അപ്പോ അവർക്കാണ് മകന്റെ മകളാണ് നോക്കിയത് എങ്കിൽ അവർക്ക് കിട്ടാൻ അതില്ലല്ലോ എന്നുള്ള ബേജാറ് വേണ്ട. ഇങ്ങനെ ഒരു വസിയത്തുണ്ടെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കാൻ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഹുക്കുമുണ്ട്, വിധിയുണ്ട്. അതാണ് ഈ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയുന്നു ഇന്നല്ലാഹു കാന അലീമൻ ഹക്കീമ, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല അലീമൻ, അവൻ നമ്മുടെ ഉള്ളറിയുന്നവനാണ്, ഹക്കീമ വളരെ തന്ത്രജ്ഞനുമാണ്. അവന്റെ തന്ത്രത്തിന് മുമ്പിൽ ലോകത്തുള്ള സകലതന്ത്രവും അടഞ്ഞു പോകും. അതാണ് അള്ളാഹു ഹക്കീമാണ്. അള്ളാഹു പെട്ടെന്ന് ഒരാളെ മരിപ്പിക്കുന്നു, അതിലൊരു ഹിക്മത്ത് ഉണ്ടാവും. ഒരാൾക്ക് പെട്ടെന്ന് രോഗം തരുന്നു, അതിലൊരു ഹിക്മത്തുണ്ട്. നമുക്ക് ആ ഹിക്മത്ത് എത്തിക്കാൻ കഴിയില്ല. ചില ആളുകളെ അള്ളാഹു ഉലമാക്കളാക്കുന്നു, ചില ആളുകളെ മറ്റുള്ള വിഷയത്തിൽ അള്ളാഹു ആലിമാക്കുന്നു, ചില ആളുകളെ സാധാരണക്കാരനാക്കുന്നു, ചില ആളുകളെ രോഗിയാക്കുന്നു, നിത്യരോഗിയാക്കുന്നു, ചില ആളുകളെ ജനിപ്പിക്കുന്നതോടുകൂടെ തന്നെ മരിപ്പിക്കുന്നു. ഇതിലൊക്കെ അല്ലാഹു അസീസുൻ ഹക്കീം എന്ന ആയത്തിന്റെ വിശദീകരണം തന്നെയാണ് ഈ പറയുന്നത് ഇന്നല്ലാഹ അലീമൻ ഹക്കീമ. ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പരിശുദ്ധ ഖുർആൻ ഇത് 11-ാമത്തെ ആയത്ത്
രണ്ടാമത്തെ ആയത്ത് 12ാമത്തെ ആയത്തിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു, വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും. നാം പഠിച്ചിട്ടുണ്ട്, ഭാര്യ മരിച്ചു, ഭർത്താവ് ഹയാത്തിലുണ്ടെങ്കിൽ, വേറെ ആരുമില്ലെങ്കിൽ ആ ഭർത്താവിന് കിട്ടുന്നത് 1/2 ആണ്, അത് പകുതിയാണ്. അതാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് നിസ്ഫ് പകുതിയുണ്ട്, മാ തറക അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ ഉപേക്ഷിച്ചതിൽ നിന്ന്. എപ്പോൾ ഇല്ലം ഞക്കുൽ ലഹുന്ന വലതുൻ, മയ്യത്തിനക്ക് മക്കളോ ഇല്ലെങ്കിൽ, ഫൈൻകാന ലഹുന്ന വലതുൻ, അങ്ങനെ മക്കൾ ഉണ്ട് എന്ന് വെച്ചാൽ ഫലക്കും റുബു, ഭർത്താവിന് കിട്ടുന്നത് 1/4 ആണ്. മിമ്മാ തറക്കിന, പെണ്ണുങ്ങൾ ഉപേക്ഷിച്ചതിൽ നിന്ന്. അവിടെയും വീണ്ടും എടുത്തു പറയുന്നു, മിമ്പതി വസിയ്യത്തിൻ യൂസീന ബിഹ ഔദൈൻ, കടമോ വസിയത്തോ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കിയതിന് ശേഷമുള്ള സമ്പത്തിൽ നിന്നാണെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോഴും വസിയത്തിന്റെ കാര്യം അവിടെ മുൻതൂക്കം കാണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു തരികയുണ്ടായി എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. വലഹുന്ന റുബൂമിമാ തറക്തും, നിങ്ങൾ അതായത് ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച സ്വത്തിൽ നിന്നും 4/1 ആ ഭാര്യമാർക്ക്. എപ്പോൾ ഇല്ലം നെക്കുല്ലക്കും വലതും, നിങ്ങൾക്ക് മക്കളോ ഇല്ലെങ്കിൽ, ഫഇൻകാനലക്കും വലതും ഫലഹുന്ന സുമുൻ, അങ്ങനെ മക്കൾ ഉണ്ടെങ്കിൽ ആ ഭാര്യക്ക് കിട്ടുന്നത് 1/8, അതായത് 8/1. മിമ്മാ തറക്തും, നിങ്ങൾ ഉപേക്ഷിച്ചതിൽ നിന്ന്. അവിടെയും പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് വീണ്ടും ആവർത്തിക്കുന്നു. മക്കളെ വിഷയം പറഞ്ഞപ്പോഴും പറഞ്ഞു മിമ്പാദി വസിയത്തിൻ യൂസി ബിഹ ഔദൈൻ. അത് കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവിന്റെ വിഷയം പറഞ്ഞപ്പോഴും പറഞ്ഞല്ലോ മിംബഅദി വസിയത്തിൻ യൂസീന ബിഹ ഔദൈൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു ഈ വിഷയം പ്രതിപാദിക്കുമ്പോൾ, മിംബഅദി വസിയത്തിൻ തൂസൂന ബിഹ ഔദൈൻ. ആ പെണ്ണുങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ആ വസിയത്ത് നടപ്പാക്കിയതിനു ശേഷം. ആ പെണ്ണുങ്ങൾക്ക് കടമുണ്ടായിരിക്കാം, ആ കടം നടപ്പാക്കിയതിനു ശേഷം എന്നാണ് ഈ പറയുന്നത്. വൈൻകാന റജുലുൻ യൂറസു കലാലത്തൻ അവ ഇംറഅത്തുൻ, അത് വേറൊരു വിഷയമാണ്. കലാല എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുന്നു, ആ ആൾക്ക് മക്കളുമില്ല വാപ്പയുമില്ല, ഇങ്ങനെ ഒരു ചുറ്റുപാട് വരും. അത് മരിക്കുന്ന ആള് പെണ്ണാവാം ആണാവാം. അങ്ങനെ വരുമ്പോ അവിടെ ആരുണ്ട്? ഒരു സഹോദരനുണ്ട് അല്ലെങ്കിൽ ഒരു സഹോദരിയുണ്ട്. എന്നാൽ അവർക്ക് കിട്ടുന്ന വീതം എത്രയാണ്? 1/6, 6/1. അതാണ് പറയുന്നത്. അത് ഒരാളാണെങ്കിൽ, ഒരു സഹോദരിയോ ഒരു സഹോദരനാണെങ്കിൽ, അത് 2 or 2 കൂടുതലാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് 3/1. അതാണ് ഈ ആയത്തിന്റെ താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫഇൻകാന റജുലുൻ യൂറസു കലാലത്തൻ, കലാലത്തിന്റെ നിലക്ക് അനന്തരം കിട്ടുന്ന ഒരു പുരുഷൻ, അബിംബ്രാത്തു നല്ലൊരു പെണ്ണ്, ഓള് കലാലയാണ്. എന്നാൽ മനസ്സിലാക്കണം, വലഹു, ആ പുരുഷനിക്ക് അഹുൻ ഉഖ്തുൻ, ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ട് എങ്കിൽ, ഫലികുല്ലി വാഹിദിൻ മിൻഹുമ, ഇവ രണ്ടിൽ നിന്നുള്ള ഓരോരുത്തർക്കും അസ്സുദുസു 6/1 എന്ന്. ഫഇൻകാനു അക്സറ മിൻ ദാലിക, ഇതിനെക്കാട്ടിലും കൂടുതലുണ്ടെങ്കിൽ, 2 or 2 കൂടുതലുണ്ടെങ്കിൽ, ഫഹും ശുറകാഉ ഫി സുലുസ്, അവര് 3/1 അവരാരാണ്? കൂട്ടുകാരാണ്. എപ്പോൾ അതും പറയുന്നു, വീണ്ടും പറഞ്ഞു മിംബഅദി വസിയത്തിൻ യുസാ ബിഹാ ഔദൈനിൻ ഗൈറ മുദാർ. അതും വസിയത്തുണ്ടെങ്കിൽ, ഈ വസിയത്ത് വീണ്ടും പറഞ്ഞു എന്തിനാ? മക്കളുണ്ടാവും, മക്കളുണ്ടാക്കും, പക്ഷെ അനന്തരം കിട്ടപ്പെടേണ്ടുന്നവരാവില്ല. ഈ വാപ്പാനെ നോക്കി വളർത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാ അശണ്ടകളൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാ നിലക്കും സഹകരിച്ചത് അവർക്ക് വിഹിതമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടതില്ല. അവർക്ക് ഇങ്ങനെ ഒരു വിഹിതം അടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വസിയത്ത് ചെയ്താൽ മതി, ബേജാറാവേണ്ടതില്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ നീതി പുലർത്തി എന്നത് സത്യം ഇവിടെ വലുതായി. അള്ളാഹു നമുക്ക് നീതിയെ പഠിപ്പിച്ചു തന്നു എന്നാണ്. അള്ളാഹു ആയതിലാണല്ലോ, അതിൽ അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടാണ്, അള്ളാഹുവിന്റെ പേരും കൂടിയല്ലേ. അപ്പം വസിയത്ത്, പക്ഷേ ആ വസിയത്ത് ഗൈറ മുദാറിൻ, ബുദ്ധിമുട്ടാക്കരുത്. ഇവർക്ക് അനന്തരാവകാശികൾക്ക് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ കൊടുക്കുന്ന രീതി ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നും വളരെ വ്യക്തമായി പറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിച്ചോ. വസിയ്യത്തൻ മിനല്ലാഹ്, പടച്ച റബ്ബിൽ നിന്നുള്ള ഉപദേശമാണ് ഇതൊക്കെ. അതാണ് പറഞ്ഞത്. ഈ അനന്തരാവകാശത്തിന്റെ വിഷയം വളരെ വ്യക്തമായി നസ്സുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. വല്ലാഹു അലീമുൻ ഹലീം, അല്ലാഹു സുബ്ഹാനഹു വതആല അലീമുൻ, അറിയുന്നവനാണ്, അറിയുന്നവൻ, ഹലീമുൻ ക്ഷമാശീലനുമാണ്. എത്ര തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്താലും അള്ളാഹു നമുക്കിങ്ങനെ ഒഴിവൊഴിവ് തരും. അള്ളാഹു ഒരു നിസ്കാരം ഒഴിവാക്കി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നാടകം കളിച്ചു, അതല്ലെങ്കിൽ മറ്റൊരു കള്ളുകുടി പോലുള്ള ആഫത്തിലേക്ക് പോയിപ്പെട്ടു, അതിന്റെയൊക്കെ ഉടനെ തന്നെ ഒരു ശിക്ഷ നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ബാക്കിയാവും? ഇല്ല. അള്ളാഹു ഹലീമൻ, ക്ഷമാശീലനാണ്. അള്ളാഹു ക്ഷമിക്കുകയാണ്. നമ്മൾ തൗബ ചെയ്താൽ അത് സ്വീകരിക്കുന്നു. അപ്പൊ ഈ ആശയം, ഈ ആയത്ത് ആ വിഷയത്തിലേക്കാണ് ഊന്നൽ നൽകിയത് എന്ന ഒരു ഉണർത്തലാണ് നിങ്ങളോട് ഞാൻ ഇപ്പോൾ നടത്തിയത്. ഇനി നമുക്ക് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് വന്നതിന്റെ ബാക്കി ഒന്ന് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിക്കാം. ആരെ കൊണ്ട് പോകും എന്ന വിഷയമായിരുന്നല്ലോ നമ്മൾ. അപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ചത് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്, വാപ്പത്തെ സഹോദരന്, ഉമ്മ ഒത്ത സഹോദരന്, ഇവർക്ക് കിട്ടാതെ വരുന്ന രംഗം അത് ആര് ഉണ്ടാവുമ്പോഴാണ് അവർക്ക് കിട്ടാതിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമുക്കിനി അറിയാനുള്ളത് ആരാണ്? നമുക്കെല്ലാവർക്കും ഓർമ്മയിൽ കോടി വരും. അതാരാണ്? അതായത് ഇബ്നു അഖ്ലി അബുവൈനി, ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്റെ മകൻ. ഈ മകന് കിട്ടാതെ വരുന്നത് എപ്പോഴാണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
അപ്പോ ഉമ്മയും വാപ്പയും മൊത്തം മകനുണ്ട്. ഞാൻ പറഞ്ഞല്ലേ 25 ആളും കൂടി പേരുണ്ട് എഴുതി വെക്കുമ്പോൾ കുറെ ആളുകൾ അതിനാൾ പോകും, പിന്നെ കുറച്ചാളേ ഉണ്ടാവുള്ളൂ. അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാല് മകനും വാപ്പയും അതുപോലെ തന്നെ ഉമ്മ അതുപോലെ സൗജത്ത് ഇവരൊന്നും ഒരു കാരണവശാലും ഒഴിവാവില്ല. ഓലെ തട്ടാൻ ആരെക്കൊണ്ടും കഴിയൂല. അത് ഓർക്ക് എപ്പോഴും കിട്ടാനുള്ള ആളുകളാണ്. അപ്പൊ ഈ പറഞ്ഞ മകന് പോകുന്നത് ആരെ കൊണ്ടാണ്? ഒന്ന് വാപ്പ ഉണ്ടെങ്കിൽ ആർക്ക് കിട്ടൂല? ഉമ്മയും വാപ്പത്തെ സഹോദരന് കിട്ടൂല. വജദ്ദിൻ വല്ലിപ്പ ഉണ്ടെങ്കിലും കിട്ടൂല. പിന്നെ ആരുണ്ടെങ്കിലും കിട്ടൂല? ഇബിനുൻ മകനുണ്ടെങ്കിലും കിട്ടൂല. അപ്പോ വാപ്പ വല്ലിപ്പ മകന്. ഇനി വൈബിനുണ്ട് മകന്റെ മകൻ. അത് എത്ര താഴോട്ട് വന്നാലും മകന്റെ ഒരു 10,000 കൂടി പിന്നോട്ട് പോന്നിട്ടൊരു മകനുണ്ട് എന്ന് സങ്കല്പിച്ചാൽ ആ മകനെ കൊണ്ടും ഈ ഉമ്മയും വാപ്പത്തെ സഹോദരൻ ഉണ്ടെങ്കിൽ കിട്ടുകയില്ല. ഇപ്പൊ എന്ത് മനസ്സിലായി? ഉമ്മയും വാപ്പത്തെ സഹോദരന് പോകുന്നത്, മകൻ പോകുന്നത് ഈ പറഞ്ഞ ആളുകളെ കൊണ്ടും. പിന്നെ അഹുല്യ അബവൈനി ഉമ്മയും വാപ്പത്തെ സഹോദരനുണ്ട്. അപ്പൊ ആര് കിട്ടൂല? ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകന് കിട്ടൂല. അതല്ലെങ്കിൽ ആരുണ്ട്? വൗലി അബിൻ എന്ന് പറയുന്ന ഈ ഭാരത്ത് എന്ന് വെച്ചാൽ വാപ്പ ഒത്ത സഹോദരന്. അപ്പൊ വാപ്പത്തെ സഹോദരന് കൊണ്ട് ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകന് സ്വത്ത് കിട്ടുകയില്ല ഉണ്ടെങ്കിലും. ഇനി ഉമ്മയും വാപ്പത്തെ സഹോദരന് ഉണ്ടെങ്കിൽ ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകനില്ല. പിന്നെ മകന്റെ മകൻ എത്ര താഴെ പോന്നാലും അവനുണ്ടെങ്കിൽ അവനെ കൊണ്ടും കിട്ടുകയില്ല. പിന്നെ മകനെ കൊണ്ടും കിട്ടുകയില്ല, വല്യപ്പാനെ കൊണ്ടും കിട്ടുകയില്ല, വാപ്പാനെ കൊണ്ടും കിട്ടുകയില്ല എന്നിപ്പോ നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ 6 ആളുകളെ കൊണ്ട്, ഇപ്പൊ ഈ എണ്ണിയ 6 ആളുകളെ കൊണ്ട് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്റെ മകന് സ്വത്ത് കിട്ടൂല എന്ന് വളരെ വ്യക്തമായി. ഇനി നോക്കുക, ഇനി ആരാ ഉള്ളത്? ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകനെ എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണ്ണേണ്ടത് ആരാണ്? വാപ്പ ഒത്ത സഹോദരന്റെ മകൻ. അതായത് വയഹജബ് ഇബ്നു അഖ്ലി അബിൻ എന്ന് പറഞ്ഞാൽ വാപ്പ ഒത്ത സഹോദരന്റെ മകന് കിട്ടൂല. ഇനി ആലോചിക്കാനില്ല, നമുക്ക് മനസ്സിലായല്ലോ. ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്റെ മകന് തന്നെ ഈ എണ്ണിയ 6 ആളെ കൊണ്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എണ്ണുന്നത് വാപ്പത്തെ സഹോദരന്റെ മകനെയാവുമ്പോൾ ആ മകൻ ആരെ കൊണ്ട് പോകുമെന്ന് നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലായി. ഈ പറഞ്ഞ 6 ആളെ കൊണ്ട് തന്നെ, ഈ പറഞ്ഞ 6 ആളുകൾ കൊണ്ട് ഓനും കിട്ടൂല. മനസ്സിലായില്ലേ? അതാരൊക്കെയാണ്? വാപ്പ, വല്ലിപ്പ, മകന്, മകന്റെ മകന്, ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ വാപ്പത്തെ സഹോദരന്. ഇവരെ കൊണ്ട് ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകന് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും പറയാൻ സാധിക്കും വാപ്പ ഒത്ത സഹോദരന്റെ മകനും കിട്ടൂല. പിന്നെ ഒരാളെയും കൂടി കൂട്ടിയാണ് നമുക്ക് ഇബിന് അഖ്ലി അബുവൈനി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്റെ മകനുണ്ടെങ്കിൽ വാപ്പത്തെ സഹോദരന്റെ മകന് കിട്ടുകയില്ല. അപ്പൊ ഈ 6 ഒന്ന് കൂടുമ്പോ 7 ആള്. ഈ 7 ആളെ കൊണ്ട് അവർക്ക് കിട്ടുകയില്ല. കാരണം ഇവന് അവനെക്കാട്ടിലും അക്കുവയാണ്. മനസ്സിലായില്ല? ഇവന് അവനെക്കാട്ടിലും അക്കുവയാണ്, ശക്തിയുള്ളവനാണ്, അടുപ്പമുള്ളവനാണ്. ആര്? ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകന് വാപ്പത്തെ സഹോദരന്റെ മകനെക്കാട്ടിലും മയ്യത്തിലേക്ക് അടുപ്പമുള്ളത് കൊണ്ട് ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകനെ കൊണ്ടും ഈ വാപ്പത്തെ സഹോദരന്റെ മകന് കിട്ടുകയില്ല. അപ്പൊ 7 ആളെ കൊണ്ട് ഉമ്മയും വാപ്പയും വാപ്പത്തെ സഹോദരന്റെ മകന് കിട്ടാതിരിക്കും. ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകന് 6 ആളെ കൊണ്ടും കിട്ടാതിരിക്കും. ഇത് നമുക്ക് മനസ്സിലായി. ഇനി അവിടെ നിന്ന് എണ്ണി പോരുമ്പോ പിന്നെ ഇനി മൂന്നാമതെണ്ണുള്ളത് ആരാണ്? ഉമ്മയും വാപ്പയും ഒത്ത എളാപ്പ. വളരെ വ്യക്തമാണ്. ഉമ്മയും വാപ്പയും ഒത്ത എളാപ്പ. അത് അതിന്റെയും താഴെ കടലിൽ നിൽക്കുന്ന ഒരു മർത്തബയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആര്? ഈ ഉമ്മയും വാപ്പയും ഒത്ത എളാപ്പാക്ക് കിട്ടൂല. ആരെ കൊണ്ട് കിട്ടൂല? ഈ പറഞ്ഞ 7 ആളാണ് എണ്ണിയാൽ മതി. ആരൊക്കെയാണ് 7 ആള്? വാപ്പ, വല്ലിപ്പ, മകന്, മകന്റെ മകന്, ഉമ്മയും വാപ്പത്തെ സഹോദരന്, വാപ്പത്തെ സഹോദരന്, ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകന്. ഇപ്പൊ ഈ 7 ആള്. ഈ 7 ആളെ കൊണ്ട് കിട്ടുകയില്ല. പിന്നെ ഒരാളെയും കൂടി നമുക്ക് എണ്ണാനുണ്ട്. ആരാണത്? വാപ്പത്തെ സഹോദരന്റെ മകനുണ്ടെങ്കിൽ ഉമ്മയും വാപ്പത്തെ എളാപ്പാക്ക് കിട്ടൂല. അപ്പൊ അതും കൂടി. അപ്പൊ എത്രയായി? 8 ആളായി എന്ന് നമുക്ക് മനസ്സിലായി. ഈ 7ഉം പിന്നെ 8ഉം കൂടി കൂടുമ്പോൾ അവൾക്ക് കിട്ടുകയില്ല എന്നത് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പൊ 8 ആള് ഇബ്നു അഖ്ലി അബിൻ വാപ്പത്തെ സഹോദരന്റെ മകനെ കൊണ്ടും പോകുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഉമ്മയും വാപ്പയും ഒത്ത എളാപ്പാക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എണ്ണാനുള്ളത് വാപ്പ ഒത്ത എളാപ്പയാണ്. വാപ്പ ഒത്ത എളാപ്പ വാപ്പയിൽ ഒത്തിട്ടുള്ളൂ, ഉമ്മയിൽ ഒത്തിട്ടില്ല. അപ്പൊ ആ വാപ്പത്തെ എളാപ്പാക്ക് ആരെ കൊണ്ട് കിട്ടൂല എന്ന് ഞാൻ അന്വേഷിക്കാനില്ല. ഈ എണ്ണിയ 8 ആളെ കൊണ്ട് എണ്ണിയാൽ മതി. വാപ്പ, വല്ലിപ്പ, മകന്, മകന്റെ മകന്, ഉമ്മയും വാപ്പത്തെ സഹോദരന്, വാപ്പത്തെ സഹോദരന്, ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകന്, വാപ്പത്തെ സഹോദരന്റെ മകന് എന്ന് നമ്മൾ എണ്ണിയിട്ടുണ്ടല്ലോ. പിന്നെ ആരും കൂടി എണ്ണ? ഉമ്മയും വാപ്പയും ഒത്ത എളാപ്പയും. അപ്പൊ 9 ആളായി. ഈ 9 ആളെ കൊണ്ട് ആർക്ക് കിട്ടുകയില്ല? വാപ്പത്തെ എളാപ്പാക്ക് കിട്ടുകയില്ല. ഇപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്താം. ഇനി നാളെ നമുക്ക് ഉമ്മയും വാപ്പത്തെ എളാപ്പാന്റെ മകന് പോകുന്നത് ആരെ കൊണ്ടേക്കെന്നുള്ള വിഷയം നമുക്ക് നാളെ തുടങ്ങാം. അപ്പൊ ഇന്ന് ഇവരെയാണ് നമ്മൾ പറഞ്ഞത്. ആരൊക്കെ? അതായത് ഉമ്മയും വാപ്പത്തെ സഹോദരന്റെ മകന് കിട്ടാത്തതും വാപ്പത്തെ സഹോദരന്റെ മകന് വിലങ്ങുന്നതും
അതുപോലെ തന്നെ ഉമ്മയും വാപ്പയും ഒത്ത എളാപ്പാക്ക് കിട്ടാതെ വരുന്ന കോലവും വാപ്പത്ത എളാപ്പാക്ക് കിട്ടാതെ വരുന്ന കോലവും ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി നമ്മൾ ആരാണ് ഉമ്മയും വാപ്പയൊത്ത എളാപ്പാന്റെ മകനെയാണ് ഇനി നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും പടച്ച റബ്ബ് പൂർത്തീകരിച്ച് തരട്ടെമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഖാദിമുകളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് നിർത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.